Hello. Hi, Makle. Good morning. Good morning to all. Yes. Good morning. I can see 50 smiling faces in front of me. Hello. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർഡ് ആണല്ലോ, തയ്യാറാണല്ലോ. അപ്പം നമ്മുടെ ഫൈനൽ ഡേ ആണ്, നാളെ പരീക്ഷയ്ക്ക് പോവുകയാണ്. അതിനു മുമ്പുള്ള ഫൈനൽ പ്രിപ്പറേഷൻസ് ആണ്. എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യാം. തയ്യാറല്ലേ? എല്ലാവരും ഒന്ന് ചിരിച്ചേ. രാവിലെ അല്ലേ? പരീക്ഷയുടെ ടെൻഷൻ ഉണ്ടോ ആർക്കെങ്കിലും? നോ നീഡ് ഓഫ് എനി ടെൻഷൻ. ഓക്കെ അല്ലേ എല്ലാവരും? ഒരു ഇമ്പോർട്ടൻ്റ് എക്സാം ആണ് നാളെ നമുക്ക് ആരംഭിക്കുന്നത് അല്ലേ? ഫൈൻ, എല്ലാവരും റെഡിയാണ്? ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും, എക്സാം എങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ്? എല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫെമിലിയർ ആണെങ്കിൽ, എല്ലാവർക്കും ഒരു ധാരണയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടല്ലേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാകുന്നത്, എങ്ങനെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഏത് തരം ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള ഒരു ഏകദേശ ധാരണ എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ കരുതിക്കോട്ടെ. ഓക്കെ, എന്നാലും നമുക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും, എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും, എങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യാം, എത്ര സമയം വെച്ച് നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞ പ്രീവിയസ് ഇയറിലൊക്കെ 28 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, 28 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ഒരു പേപ്പറാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അറിയാമല്ലോ അല്ലേ? ഇല്ലേ? അറിയാമെങ്കിൽ ഒന്ന് വേവ് ചെയ്ത് എല്ലാവരും. അപ്പോൾ അതിൽ ആദ്യത്തെ 8 ചോദ്യങ്ങൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ദറ്റ് ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു പോയത്തിൻ്റെ ഒരു പാസേജ് ആയിരിക്കും ആദ്യം തരിക. നമ്മുടെ ടെക്സ്റ്റുവൽ പാസേജ് ആണ്. ടെക്സ്റ്റിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പാസേജ് ഒരു ലൈൻ തന്നിട്ട് അതിനെ ബേസ് ചെയ്തുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഒരു 4 മാർക്സിൻ്റെതും, പിന്നീട് പോയം ബേസ് ചെയ്ത് ഒരു പോയത്തിലെ ഒരു ഭാഗം തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻസുമാണ് ആദ്യത്തെ 8 ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ്സ് കൊണ്ട് അത് ഫിനിഷ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഏകദേശം ഓക്കെ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിലൊന്നും പ്രശ്നമില്ല. ബട്ട് ട്രൈ ടു ഫിനിഷ് ഇറ്റ് ബിഫോർ 10 ഒരു 12 to 15 മിനിറ്റ്സിനുള്ളിൽ അത് ഫിനിഷ് ചെയ്യാൻ നോക്കുക കേട്ടോ. ദെൻ അടുത്തതായിട്ട് നമ്മൾ നേരെ വരുന്നത് 9 to 12 any 3 attempt any 3 3 ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ടാണ് 9 to 12 വരുന്നത്. ദറ്റ് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്. ആൻഡ് അതിൽ നമുക്ക് ഗ്രാമർ ക്വസ്റ്റ്യൻ, യൂഷ്വലി ഒരു കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ അതിൽ വരും. ബട്ട് അതിൽ ഓപ്ഷൻസ് ഉണ്ട്. സോ 3 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മതി അതിൽ. ദറ്റ്സ് അബൌട്ട് 6 മാർക്സിൻ്റെ ഒരു പോർഷനാണ്. സോ ട്രൈ ടു ഫിനിഷ് ഇൻ അറൌണ്ട് 10 മിനിറ്റ്സ്, ഒരു 10 മിനിറ്റ് കൊണ്ട് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദറ്റ്സ് 2 മാർക്സിൻ്റെ 3 ക്വസ്റ്റ്യൻസ്. ദെൻ 13 to 19 we have some 5 questions. 4 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. സോ അതിനൊരു 30 മിനിറ്റ്സ്, 35 മിനിറ്റ്സിന്, അരമണിക്കൂർ 35 മിനിറ്റ്സിനുള്ളിൽ ആ പോർഷൻ കവർ ചെയ്ത് പോകാൻ നോക്കുക. ഏകദേശം ഈ ഒരു രീതിയിൽ ടൈം മാനേജ് ചെയ്ത് പോകാൻ നോക്കുക. ദെൻ മൂവിങ് ടു നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ പോകുന്ന 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ പാർട്ടിലാണ്. ദിസ് ഫോർ 6 മാർക്സിൻ്റെ 5 ചോദ്യങ്ങൾ. സോ ഏകദേശം ഒരു 1 hour നമുക്ക് വേണ്ടി വരും അത് എഴുതാനായിട്ട്. അറൌണ്ട് 50 to 60 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ അത് എഴുതുക. സോ നിങ്ങൾക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളുടെ കോൺഫിഡൻസ് അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ബിക്കോസ് നമുക്ക് ഒരു 1 hour കൊണ്ട് ആ ഒരു ഭാഗം ദാറ്റ് 30 മാർക്കിൻ്റെ പോർഷൻ അങ്ങ് കവർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. നമുക്ക് അറിയാവുന്ന പോയിന്റ്സ്, നമ്മുടെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ ഭാഗത്ത് കൂടുതൽ വരുന്നത്. സോ അത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് എഴുതാനായിട്ട്. ബട്ട് ഒരു 1 hour മാക്സിമം 1 hour 10 മിനിറ്റ്സിനുള്ളിൽ ആ പോർഷൻ കവർ ചെയ്ത് പോകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും കറക്റ്റായിട്ട് ഈക്വലേറ്റ് ടൈം ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഓഫ് കോഴ്സ് 8 മാർക്കിൻ്റെ 2 എണ്ണം അല്ലെ, 3 ചോദ്യം ഉണ്ടാവും, അതിൽ 2 എണ്ണം. അതിലൊരെണ്ണം പോയം അപ്രീസിയേഷൻ ആയിരിക്കും. നമുക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പോയം ബേസ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പോയം ആയിരിക്കും തരിക. അത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ആ എക്സസൈസ്, ആ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഫെമിലിയർ ആണല്ലോ? ഈ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ഓക്കെ, ഫൈൻ. നമുക്ക് മുന്നോട്ട് പോകാം അല്ലെ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു പാറ്റേൺ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നമ്മളെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് നോക്കിക്കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഹിയർ
Okay, 1 to 6 answer the questions as directed. Oru passage, oru bhagam thannittundu. When a sapling is planted and answer the question that follows. Later, they became aware of widespread destruction of ecosystem, especially through deforestation, climatic instability, and contamination of the soil and water. All contributed to excruciating poverty and subsequential riots. അപ്പം ചില പേപ്പറുകളിൽ നമുക്ക് ഇന്ന ചാപ്റ്ററിൽ നിന്നുള്ള പോർഷൻ ആണെന്ന് തന്നിട്ടുണ്ടാവും. സംടൈംസ് ഇറ്റ് മേ നോട്ട് ബി ദേ, അത് തന്നിട്ടുണ്ടാവില്ല. സോ നമുക്ക് ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന ചാപ്റ്ററിൽ നിന്നാണെന്ന്. സോ ഞാൻ ഓൾറെഡി സമ്മറീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു 1.5 hour 3 വീഡിയോസ് ആയിട്ട് നമുക്ക് സമ്മറീസ്, എല്ലാ ചാപ്റ്ററിൻ്റെ സമ്മറീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടോ? സമ്മറീസ് എല്ലാവരും നോക്കിയിരുന്നോ? സമ്മറീസിൻ്റെ വീഡിയോസ് have you gone through that? ഓക്കെ, സമ്മറീസ് എല്ലാവരുടെയും മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഇന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ദിസ് പോർഷൻ തന്നിരിക്കുന്നത് എന്നുള്ളത് കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സമ്മറീസ് എല്ലാം നോക്കിയിരിക്കുക. നമ്മൾ ഇന്ന് സമ്മറീസ് ഒന്ന് കുറച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, ചെറുതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാക്സിമം എല്ലാ ചാപ്റ്റേഴ്സും സമ്മറീസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ബിഫോർ ദാറ്റ്, അപ്പോൾ ഈ ചാപ്റ്റർ ഇന്നതാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് ഇന്നയാളുടെ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അതർവൈസ് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എല്ലാ ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇന്ന ചാപ്റ്ററിൽ ഇന്ന ക്യാരക്ടറാണ് ഈ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്നത് എന്നുള്ളത് നമുക്ക് ഐഡിയ ഉണ്ടായിരിക്കണം. ഈ ഭാഗത്ത് അത് തീർച്ചയായും നമുക്ക് ആവശ്യമായി വരും. ഓക്കെ, സോ ഇവിടെ how does the speaker refer, who does the speaker refer to as they? Okay, the woman of Kenya. അപ്പോൾ അതറിയണമെങ്കിൽ നമ്മൾ ഇന്ന ചാപ്റ്ററാണ്, ഇന്ന ആളാണ് സംസാരിക്കുന്നത് എന്ന്, ഇവിടെ ഇന്ന ആളുടെ വാക്കുകളാണ് ഇവിടെ പറയുന്നതെന്ന് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, so then next question, what was the main reason for the destruction of ecosystem? Deforestation. Okay, clear? Is it clear to you all? Fine. Then which word from the options given can be best replace the word excruciating? Answer, agonizing. Okay, this. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാവുന്നത്, നമുക്ക് 3 ഓപ്ഷൻ അല്ല 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ മോസ്റ്റ് പ്രോബബ്ലി 2 എണ്ണം ഏകദേശം അടുത്തുള്ള മീനിങ് തന്നെ ആയിരിക്കും. നോക്കൂ, എൻ്റർടൈനിങ്, പ്രോഗ്രസിങ്, രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡാണ്. ആഗനൈസിങ് മാത്രമാണ് അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്. അത് ആ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ആ വേർഡ് അത്ര പരിചയമില്ല, നിങ്ങൾക്ക് ആ വേർഡ് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പാസേജ് വായിക്കുക, ആ പാസേജിൻ്റെ മൂഡ് എന്താണെന്ന് മനസ്സിലാക്കുക, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന വാക്ക് ഏതാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ? Hope it's clear to you all. Fine. Next, here is a diary entry by സുധാമൂർത്തി. Fill in the സുധാമൂർത്തിയുടെ ചാപ്റ്റർ ഏതാണ്? ആരെങ്കിലും ഒന്ന് പറയാമോ? ഏത് ചാപ്റ്ററിൽ നിന്നാണ് സുധാമൂർത്തി വരുന്നതെന്നൊന്ന് പറയാമോ? യാ, പറഞ്ഞോളൂ. യെസ്, യെസ്, പറഞ്ഞോളൂ. യെസ്, ഹൊറഗല്ലു. അപ്പോൾ എല്ലാവർക്കും ചാപ്റ്റേഴ്സിന്റെ പേരെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, നമുക്കത് സമ്മറൈസ് ഒന്നുകൂടെ പറയാം. സോ ഇവിടെ സുധാമൂർത്തി വരുന്നത് ഹൊറഗല്ലു ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ് യൂസ് ചെയ്യാനാണ്. വില്ലേജ് ഡേയ്സ് വെയർ മെമ്മറബിൾ, ഡേയ്സ് വെയർ ഫുൾ ഓഫ് ഫൺ ആൻഡ് ഫ്രോളിക് ആൻഡ് വി വെയർ ഓൾ ആസ് ഡാഷ്. ഓക്കെ, ആസ് എ ലാർക്ക്. അപ്പോൾ അവിടെ ഡൾ, ചിയർഫുൾ, ഷാർപ്പ്. ഓക്കെ, അവിടെ വിച്ച് വൺ ഇസ് ദ കറക്റ്റ് വേർഡ്? ചിയർഫുൾ അല്ലേ? അവിടെ സന്തോഷത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഹൗ ഐ മിസ് ദോസ് ഡേയ്സ് ഇൻ മുംബൈ, എവ്രി വൺ ഇസ് ആസ് ബിസി ആസ് ഡാഷ്, സ്നെയിൽ, സ്ലോത്ത്, ബി. അഗെയിൻ ഇവിടെയും നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻ തന്നെ ഉണ്ട്. സ്നെയിൽ ആൻഡ് സ്ലോത്ത് ബോത്ത് ആർ സ്ലോ ക്രീച്ചേഴ്സ്. സ്നെയിലിന് അറിയാം, സ്ലോത്ത് അറിയാം അല്ലേ? എല്ലാവർക്കും സ്ലോത്ത് എന്താണെന്ന് അറിയില്ലേ? ഇത് വളരെ പതുക്കെ നടക്കുന്ന 2 ജീവികളാണ്, സ്നെയിൽ ആൻഡ് സ്ലോത്ത്. നൗ ബി, ദാറ്റ്സ് ഓൺലി വൺ വിച്ച് മൂവ് ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാസേജ് നമ്മുടെ മനസ്സിലേക്ക് കിട്ടുന്നില്ല എങ്കിൽ വി have to use this. Okay, then and women too are no different. Girls who were regarded to be as dash, so chill, sweet as a rose. Sour and chill, they are not positive words. Sweet അല്ലേ? മധുരത്തെ കുറിച്ചാണ്, നല്ലതിനെ കുറിച്ചാണ് പറയുന്നത്. Sweet as a rose have now transformed themselves into leaders, office and torch bearers. Okay, hope it's clear to you all. Clear അല്ലേ? അപ്പോൾ ഇത്തരം ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൽ ഓഫ് കോഴ്സ് നിങ്ങളത് തീർച്ചയായും യൂസ് ചെയ്യുക. ആ സന്ദർഭം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഏതാണ് എന്ന് നോക്കുക. ഓക്കെ, ബാക്കി രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും. ഇപ്പോൾ സ്നെയിൽ ആൻഡ് സ്ലോത്ത് രണ്ടും അലസത്തെ അല്ലെങ്കിൽ രണ്ടും
വളരെ പതുക്കെ മൂവ് ചെയ്യുന്ന വസ്തുക്കളെ കുറിച്ച് സംസാരിക്കുവാനാണ് ഉപയോഗിക്കുന്നത്. ഡൾ, ചിയർഫുൾ, ഷാർപ്പ്, അവിടെ സന്തോഷത്തെക്കുറിച്ചാണ്. അവിടെ ഫൺ, ഫ്രോളിക്, അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ചിയർഫുൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? സംശയങ്ങളൊന്നും ഇല്ലല്ലോ. Can we move on to the next question? Any doubts? No. Fine. Imagine that you are invited for an interview for the post of chef at Taj group of hotels. Complete the interview suitably. So ഇവിടെ ഒരു ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഇതിന്റെ ഫോമാറ്റ് കണ്ടാൽ അറിയാം, നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാത്തിലും. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ, രണ്ടാമത് അതിന്റെ ഒരു ആൻസറും ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതേണ്ടതെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്? ഐ ഹാവ് സ്പെഷ്യലൈസ്ഡ് ഇൻ ചൈനീസ് ആൻഡ് കോണ്ടിനെന്റൽ ഡിഷസ്. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ഒന്ന് ഫ്രെയിം ചെയ്യാമോ? ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആർക്കെങ്കിലും ഒന്ന് ഫ്രെയിം ചെയ്യാമോ? യെസ്, ഹു ഇസ് ദാറ്റ്? ഹു ഇസ് റെഡി ടു ഫ്രെയിം ദ ക്വസ്റ്റ്യൻ? യെസ്, ഹാൻഡ് റൈസ് ചെയ്യൂ. ആരെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കൂ ആദ്യത്തേത്. യാ, ശ്രമിച്ചു നോക്കൂ. തെറ്റുകയാണെങ്കിൽ നമുക്കത് തിരുത്താവല്ലോ. വൺ ഓഫ് യു പ്ലീസ്. യാ, ആഷിഖ് പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. In what dishes have you specialized? In what dishes have you specialized? Okay, very good, fine. So this you just transform this answer into a question. അത് ആ ഉത്തരം വരുന്നത് എങ്ങനെയാണോ ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, hope it's clear to you. Clear alle? Next, yes, of course, I am comfortable with all type of delicacies. So, are you comfortable with all type of delicacies? Is enough for that? Okay. Yes or no questions ആണെങ്കിൽ അത് this auxiliary verbs അല്ലെങ്കിൽ ഒരു മോഡൽ വെർബ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ന് ഓർക്കുക. ക്ലിയർ അല്ലേ? Are you comfortable? ഒരു auxiliary verbിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Okay. I have specialized. Have you specialized? Or in which all varieties have you specialized? Okay, clear alle? Any doubts? Hope it's clear to you all. Where do you see yourself 10 years from now? 10 years from now, okay, that answer you have to write in your way. Okay, hope it's clear to you all. The answers are here. Hope it's clear to you all. Any doubt about this? Question framing ne kurichu ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? So it's very simple. ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക. ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മുടെ ആൻസർ എങ്ങനെയാണ് വരുന്നത്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് മോസ്റ്റ്ലി നമ്മൾ ഓക്സിലറി വെർബ്സിൽ അല്ലെങ്കിൽ മോഡൽ വെർബ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ന് ഓർക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ, മൂവിങ് ടു ദ നെക്സ്റ്റ്. അതുപോലെ തന്നെ സംടൈംസ് ക്വസ്റ്റ്യൻ ടാഗ്സും നമുക്ക് വന്നേക്കാം. ഒരു കോമ ഇട്ടിട്ട് ഒരു ബ്ലാങ്ക് തന്നിട്ട്, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ എൻഡിൽ ഒരു കോമ ഇട്ടിട്ട് ഒരു ബ്ലാങ്ക് തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരികയാണെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കാം. അങ്ങനെയുള്ളതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഹോപ്പ് യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ്. ക്ലിയർ അല്ലേ? ഫൈൻ, ഗുഡ്. അങ്ങനെ സാധാരണ നമുക്ക് ചോദിക്കാറില്ല. ഇൻ കേസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ ദ പാസേജ് ഗിവൺ ബിലോ കണ്ടെയ്ൻ ഫ്യൂ എറേഴ്സ്. ദിസ് എഡിറ്റിംഗ് പാർട്ട് ഇസ് ദെയർ. അപ്പോൾ അതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന്റെ ഭാഗത്തിൽ ഒരു എഡിറ്റിംഗ് ഉണ്ടാകാം, ഒരു റിപ്പോർട്ടഡ് സ്പീച്ചും ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് മോസ്റ്റ് പ്രോബബ്ലി അത് ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ദിസ് പ്രിപ്പോസിഷൻസിലായിരിക്കാം, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രേസ് ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റായിട്ടായിരിക്കാം, ദിസ് അല്ലെങ്കിൽ ഒരു ദിസ് മോസ്റ്റ് പ്രോബബ്ലി ഇത്തരം മിസ്റ്റേക്സ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിന്റെ യൂസേജ് തെറ്റായിട്ട് വന്നിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കോമൺ ആയിട്ട് വരുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് തീർച്ചയായും നമുക്കൊരു പ്രിപ്പോസിഷണൽ മിസ്റ്റേക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ വെർബിൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ മിസ്റ്റേക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഫ്രേസസിൽ ഏതെങ്കിലും മിസ്റ്റേക്സ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതിൽ ഇവിടെ ഓഫ് എന്നത് തെറ്റായിട്ട് ഉപയോഗിച്ചു. വാൺസ്, ദാറ്റ്സ് എ കോൺകോർഡ്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ് വാൺസ്. ഓക്കെ, ക്ലിയർ അല്ലേ? Any doubt about this? Both of the friends want to be champions. Both of the friends plural subject ആണ്. അതുകൊണ്ട് want എന്ന് ഉപയോഗിക്കുക. So both of the friends. Okay. Is that clear? Any doubt about this? If you have doubts, ask me. I'll explain that one. Fine. Hope it's clear. Then next 1, 7 to 12. Answer any 5 questions. So this is question 7. Your class is conducting a debate on the topic punishment are essential for student discipline. ഏത് ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ?
punishment are essential for student discipline. ഏത് ചാപ്റ്റർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്? Yes, please raise your hand if you have the answer. യെസ് പറഞ്ഞോളൂ. യെസ് പറഞ്ഞോളൂ. യെസ്, ക്രൈം ആൻഡ് പണിഷ്മെന്റ്. ആരെഴുതിയതാണ്? ഹു ഇസ് ദ ഓഥർ? ക്രൈം ആൻഡ് പണിഷ്മെന്റിന്റെ ഓഥറുടെ പേര് ഓർമ്മയിലുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? അഞ്ജന പറഞ്ഞോളൂ. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. R.K. നാരായൺ. അപ്പോൾ ക്രൈം ആൻഡ് പണിഷ്മെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാറിയയിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, കാരണം നമുക്ക് ലോങ് ആൻസർ ടൈപ്പിൽ അതുപോലെ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് തീർച്ചയായും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. R.K. നാരായണന്റെ ആണ് ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ പേര് നിങ്ങളുടെ ഉത്തരത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നത് വളരെ നന്നായിരിക്കും. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിലും R.K. നാരായണന്റെ ഇന്ന കഥയിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ സാധിക്കും കേട്ടോ. സോ ദാറ്റ് വിൽ ആഡ് വെയിറ്റേജ് ടു യുവർ ആൻസർ. ഇപ്പോൾ തീർച്ചയായും ആ പേര് ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായും ആപ്ലിക്കേഷൻ ലെവൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ ഒരു കറണ്ട് സിറ്റുവേഷൻസിൽ നമ്മുടെ NEP 2020 എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾ പത്രം വായിക്കുന്നവരല്ലേ? ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആ ചാപ്റ്റർ യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ നമ്മുടെ പ്ലൈറ്റ് ഓഫ് ടീച്ചേഴ്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പണിഷ്മെന്റ് ആർ എസെൻഷ്യൽ ഫോർ സ്റ്റുഡന്റ് ഡിസിപ്ലിൻ. വാട്ട് റൈറ്റ് 4 ആർഗ്യുമെന്റ്സ് ഐദർ ഫേവറിംഗ് ഓർ ഓപ്പോസിങ് ദ ടോപ്പിക്. ഇപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു 4 ആർഗ്യുമെന്റ്സ് പല ചാപ്റ്ററുകൾ ബേസ് ആയിട്ട് നമുക്ക് വരുന്ന എൻവയോൺമെന്റ് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എഴുതാവുന്നത് proverb says spare the rod spoil the child. Then students can be easily corrected with appropriate punishments. If punishments are not given, student will tend to ignore their studies. Punishments will force the students to be punctual. Okay, അപ്പോൾ അതുപോലെ തന്നെ ഇതിനെ ഫേവർ ചെയ്യുന്നതല്ലാതെ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന 4 സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് ചോദിക്കാം. സോ ബി റെഡി ഫോർ ദാറ്റ് ടു. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമല്ല, ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കുന്ന പല ചാപ്റ്ററുകളിൽ നിന്ന് ഇത്തരം ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി ഇത് 3 L's നിന്ന് ലീഡർഷിപ്പ്. 3 L's ഏതൊക്കെയാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ദ 3 L's മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 3 L's റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ലഗാഡിയുടെ ചാപ്റ്ററാണ്. ക്രിസ്ത്യൻ ലഗാഡി, എല്ലാവരും ആ പേരും ഒന്ന് ഓർത്തിരിക്കുക. കാരണം നമുക്ക് വുമൻ എംപവർമെന്റ് ആയിട്ട് ഏത് തരം ചോദ്യം വന്നാലും 3 L's ദെൻ ക്രിസ്ത്യൻ ലഗാഡി ഒക്കെ നമ്മുടെ ഉത്തരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ 3 L's ആരെങ്കിലും ഒന്ന് പറഞ്ഞ ആരാ പറയുക? ഹു വിൽ ടെൽ ദ 3 L's? യാ, യെസ് പറഞ്ഞോളൂ. ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ആ ഓർഡറിൽ തന്നെ ഓർത്തിരുന്നുള്ളൂ കേട്ടോ. ലേണിംഗ്, ദാറ്റ്സ് എ ബേസിക് സ്റ്റെപ്പ്. ദെൻ ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ലേണിംഗിൽ നിന്ന് ലേബറിലേക്ക്, ലേബറിൽ നിന്ന് ലീഡർഷിപ്പിലേക്ക്. എല്ലാവരും അങ്ങനെ തന്നെ ഓർത്തിരുന്നുള്ളൂ കേട്ടോ. സോ ഫൈൻ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും എന്ന് വ്യക്തമാകുന്നുണ്ടും നല്ല ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. ഐ എം ഹാപ്പി ടു ഹിയർ ദ ആൻസേഴ്സ് ഫ്രം യു. ഫൈൻ, നെക്സ്റ്റ്, elaborate the idea conveyed in the lines given below. I am the pillar of the house. Yes. ഇതേത് പോയമാണ്? Whose poem is this? Who will tell the answer? Yeah. അതുല്യ പറഞ്ഞോളൂ. Any woman. Who is the author? Catherine Tyne. Very good. ആ പോയത്തിന്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് അതിലെ പോയറ്റിക് ഡിവൈസസ് ഏതെങ്കിലും ഒരെണ്ണം പറയാൻ പറഞ്ഞാൽ ഏതാ പറയാ? ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് പോയറ്റിക് ഡിവൈസ് ആണ് ആ ചാപ്റ്ററിൽ, ആ പോയത്തില്? ഫാത്തിമ പറഞ്ഞോ. മെറ്റഫർ. യെസ്, അത് ഓർത്തിരിക്കുക കേട്ടോ. ആ പോയമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മെറ്റഫർ ആണ്. ആ പോയം മുഴുവൻ തന്നെ മെറ്റഫർ ആണ് അല്ലേ? ഐ ആം ദ പില്ലേഴ്സ്. ഓക്കെ, ദ കീ സ്റ്റോൺസ്. ഓക്കെ, അങ്ങനെ എല്ലാം ഞാനാണ് എന്ന് പറയുന്ന ആം എന്ന് പറയുന്നിരിക്കുന്ന മെറ്റഫറും സിമിലിയും തമ്മിലുള്ള ഡിഫറൻസ് ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ കൈ ഉയർത്തുക, ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നീട് വരുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് പറയാം. ആർക്കെങ്കിലും മെറ്റഫർ, സിമിലി തമ്മിലുള്ള ഡിഫറൻസ് അറിയാത്തതുണ്ടോ? ഒന്നുകൂടെ കേൾക്കണമെന്ന് താല്പര്യമുണ്ടോ? Do you want to hear it once more? This metaphor and simile. ആർക്കെങ്കിലും കേൾക്കണമെന്നുണ്ടോ? അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം മെറ്റഫർ സിമിലി എന്താണെന്നുള്ളത്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഐ ആം ദ പില്ലർ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതൊരു മെറ്റഫറാണ്. അത് ഐ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീങ്, ഓതർ തന്നെ ഒരു പില്ലറിനോട് ഉപമിക്കുകയല്ല, ഉൽപ്രേക്ഷയാണ്. അപ്പോൾ ഞാൻ ആണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ? ദാറ്റ് ഈസ് ഐ ആം ദ പില്ലർ. ദാറ്റ് ഈസ് മെറ്റഫർ. ഐ ആം. He is a lion. Okay.
അങ്ങനെ അതാണ് എന്ന് പറയുന്നത് സ്ഥാപിക്കുന്നതാണ് മെറ്റഫോർ. സിമിലി ആണെങ്കിൽ ആസ് ഓർ ലൈക്ക് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആ കമ്പാരിസൺ നടത്തുന്നത്. ഐ ആം ലൈക്ക് ദ പില്ലർ, ഐ ആം ആസ് സ്ട്രോങ് ആസ് ദ പില്ലർ എന്നൊക്കെ പറഞ്ഞാൽ അത് സിമിലിയാണ്. അപ്പോൾ സിമിലിയും മെറ്റഫോറും എല്ലാവർക്കും കിട്ടിയിരിക്കണം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ അത് ഉപയോഗിക്കാൻ പറ്റിയിരിക്കണം കേട്ടോ. സിമിലിയും മെറ്റഫോറും ഒക്കെ കിട്ടിയല്ലോ. ഇപ്പോൾ എല്ലാവർക്കും ക്ലാരിറ്റി ആയല്ലോ. അത് ഒരുപാട് നമ്മൾ ക്ലാസ്സിൽ കേട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ളതാണ്, ചെറുപ്പം തൊട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് അത് വന്നല്ലോ, ക്ലാരിറ്റി ഉണ്ടല്ലോ. ഒന്ന് വേവ് ചെയ്ത് എല്ലാവരും ഹാപ്പിയാണോ, ഒന്ന് ചിരിച്ചോണ്ടൊന്ന് വേവ് ചെയ്തേ. ഓക്കെ ഫൈൻ, താങ്ക് യു. സോ ഇവിടെ നോക്കാം. The keystone, okay. The main idea in these lines is the importance of woman in the house. She may be a mother or a wife. She says she is a pillar that keeps the house in place. She is a keystone of the arch, and if she is removed from the house, it will completely collapse. The poem stresses the importance of woman for the house and its proper functioning. ഇപ്പോൾ ഈ ചാപ്റ്ററായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ഏത് തരം ക്വസ്റ്റ്യൻ വന്നാലും ഈ ഉത്തരങ്ങൾ ഈ ഒരു പാർട്ട് അതിൽ വരും. ഓക്കെ, ക്ലിയർ അല്ലേ? എനി ഡൗട്ട്സ്? No, I hope it's clear to you all. Moving to the next question. The activities of literary club of your school will be inaugurated by the senior artist and state award winner students. The one act play post early for Christmas will be staged on the day. Prepare a notice inviting all for the program. അപ്പോൾ അതിന് നോട്ടീസിൻ്റെ ആണ്. നോട്ടീസിൻ്റെ ഫോർമാറ്റ് എല്ലാവർക്കും ഓർമ്മയിലുണ്ടാകണം, അറിയാവുന്ന കരുതുന്നു അല്ലേ? എന്താണ് നോട്ടീസിൻ്റെ ഫോർമാറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. സോ അതിൻ്റെ ആൻസർ ഇവിടെ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. സോ നോട്ടീസ് എന്ന് പറയുമ്പോൾ ഓർക്കുക, തീർച്ചയായും അത് ഒരു ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. നോട്ടീസ് ആണ് എങ്കിൽ നിങ്ങളത് ഒരു ബോക്സ് വരച്ച് ഇടാൻ മറക്കരുത്. അതിന് മാർക്കുണ്ട്. മറ്റുള്ളതിൽ ബോക്സ് ഇടുന്നത് നല്ലതാണ്, ഇട്ടില്ല എങ്കിൽ ഓക്കെയാണ്. ലെറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ബോക്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് മാർക്കുണ്ട്. നോട്ടീസ് ആണ് എങ്കിൽ അത് നിങ്ങൾ ഒരു ബോക്സ് വരച്ച് ഇടാൻ മറക്കരുത്. ഓക്കെ അല്ലേ? പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ ആരംഭിക്കുന്നു, ദെൻ ഡേറ്റ് കൊടുക്കുന്നു, നോട്ടീസിന് ഹെഡിങ് കൊടുക്കുന്നു. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാം. ആദ്യം നോട്ടീസിന് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് ഡേറ്റ് കൊടുത്താലും കുഴപ്പമില്ല. ഓർ ലൈക്ക് ദിസ്, ഡേറ്റ് കൊടുത്തിട്ട് താഴെ നോട്ടീസ്. ഇത്രയും കാര്യങ്ങൾ ഫോർമാറ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ നോട്ടീസാണ്, അതുകൊണ്ട് വലിച്ചു വാരി എഴുതാൻ പറ്റില്ല. ദിസ് ഇസ് വെരി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും മിനിമം വേർഡ്സിൽ അത് കറക്റ്റായിട്ട് നമ്മളത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. ആൻഡ് ഹൗ ടു എൻഡ് ഇറ്റ് ദിസ്. പിന്നെ ട്രൈ ടു അവോയ്ഡ് ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ. നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പറയരുത്. പറയാതിരിക്കുന്നതാണ് നോട്ടീസിൻ്റെ ഫോർമാറ്റിൽ കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ ഉപയോഗിക്കാതെ തന്നെ നോട്ടീസ് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഐ ഇൻവൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്. ദാറ്റ്സ് റോങ്. ഓക്കെ ഫൈൻ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. നോട്ടീസിൻ്റെ ഫോർമാറ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. Any doubt about the format of notice? No. Fine. അപ്പോൾ ഓർത്തിരിക്കുക, നോട്ടീസിൻ്റെ ഫോർമാറ്റ് എല്ലാവരും ഓർത്തിരിക്കുക. Moving to the next. Fine. So, you have come to know that your close friend is having severe toothache. Frame 4 sets of suggestions you would make before him or her. You may use expressions like, I think you should. If I were you, I dash. Would you like? Then perhaps you could. I would like to suggest. So these are the ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇത്തരം ഓപ്ഷൻസ് ഉപയോഗിക്കാം. ഇത്തരം ഇങ്ങനെയുള്ള ഫ്രേസസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രെയിം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആൻസേഴ്സ്. ഐ തിങ്ക് യു ഷുഡ് ഇമ്മീഡിയറ്റ്ലി കീപ് സം salty warm water in your mouth as it would reduce your pain. If I were you, if clause ആണ്, if I were you, I would then go to a dentist. അപ്പോൾ if clause ആണ്, if clause വെച്ച് നിങ്ങളൊരു ഫ്രെയിം സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് if I were you. ഇപ്പോൾ if clause past tense ആണ്, I were you past tense ആണ്. അപ്പോൾ എന്താണ് would, I would എന്ന് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. I would go to a dentist. അല്ലേ? അറിയാമല്ലോ, ആ കാര്യങ്ങൾ അറിയാമല്ലോ, ക്ലാരിറ്റി ഉണ്ടല്ലോ. ഫൈൻ. Then next one is, would you like to have some warm drink or take some painkillers? Perhaps you could take a Panadol to suppress your pain for the time being till you meet the doctor. Okay, clear alle? Any doubts? You need any more explanation about this? No. I'm moving to the next. Yeah. Prepare a profile of Shahin Mystery. Okay, Shahin Mystery ഏത് ചാപ്റ്റർ ആണ്?
ഓർക്കുന്നുണ്ടല്ലോ ചാപ്റ്ററിന്റെ പേര്? ദീദി അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. ഫൈൻ. Isn't it? Is it Didi or some other chapter? എന്താ wave your hands if I'm right. ഞാൻ പറയുന്നത് ശരിയാണെന്ന് ഒന്ന് wave ചെയ്തേ. Okay, thank you, all of you are listening. Okay, birth, some details are given. 16 March 1971, place of birth Mumbai. Academic qualifications are given. Alma mater is given. Then occupation is given. Famous as given. Founder is given. Then award. ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് തന്നിട്ടുള്ളതാണ്. സോ ഇറ്റ്സ് നോട്ട് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഒരു പ്രോപ്പർ പ്രൊഫൈലായിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി. Shayan Mistry was born in Mumbai on 16th March 1971. After her +2, she joined the University of Mumbai and got her BA in sociology. Okay, then just develop it into a proper this profile. Clear അല്ലേ? Any doubt about this? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ചോദിച്ചോളൂ. ഇല്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഫൈൻ, താങ്ക് യു. 𝗪𝗏𝗡𝗦𝗧 says women are often the first to become aware of environmental damage. Do you agree with her opinion? Substantiate your answer. Okay, അപ്പോൾ ഇത് സബ്സ്റ്റാൻഷിയേറ്റ്, അത് നിങ്ങൾ സ്ഥാപിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ? എങ്ങനെയാണെങ്കിലും നിങ്ങളത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്താൽ മതി. Your answer is yes. If your answer is no, no problem. But you have to substantiate it. Okay, നിങ്ങൾക്കത് സ്ഥാപിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ വൈസ് നമ്മൾ പോവുകയാണെങ്കിൽ യു ഹാവ് ടു എഗ്രി വിത്ത് ഇറ്റ് അല്ലേ? ചാപ്റ്ററിൽ അങ്ങനെയാണ്, എഗ്രി ചെയ്യണം. അതിനുള്ള പോയിന്റ്സ് എല്ലാം നമ്മുടെ ചാപ്റ്ററിൽ തന്നെ കിട്ടും. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം 𝗪𝗏𝗡𝗦 അവരുടെ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? Any doubts? If you have any doubts, you can ask. Fine. Do you agree with us? This women are often the first to become aware of environmental damage. 𝗪𝗏𝗡𝗦 is a Kenyan. She is an environmentalist and political activist. She got the Nobel Prize in 2004 for the contribution to sustainable development, democracy and peace. She made the remark quoted above in her Nobel Prize acceptance speech. Okay, so this depending on the mark. Okay, so this you have to give a detailed introduction depending on the mark. Okay, clear alle? Hope it's clear to you all. Then next 13 to 19, answer any 5 about 80 words. This okay, നമ്മുടെ this 5 questions ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഭാഗമാണ്. 30 മാർക്കും ഈ ഒരു പാർട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഇത് എഴുതാനാണ്, ഈ ആൻസേഴ്സ് എഴുതാനാണ്. റീഡ് ദ ഫ്ലോയിങ് ലൈൻസ് ഫ്രം ദ പോയം റൈസ്. ഓക്കെ, റൈസ് എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. ആരെഴുതിയ കവിതയാണ്? ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒന്ന് ഓർമ്മയിലേക്ക് വരട്ടെ. ഹു വിൽ ഗിവ് മി ദ ആൻസർ? ഹൂസ് ദ ഓഥർ? ആരാണ് റൈസ് എഴുതിയത്? ആരാണ് എഴുതിയത്? പറഞ്ഞോളൂ. യെസ്, ടോം. യെസ്, ചെമ്മനം ചാക്കോ. ചെമ്മനം ചാക്കോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അല്ലേ? അദ്ദേഹം നമ്മുടെ ഇവിടെ എറണാകുളം അടുത്തുള്ള ഒരു സ്ഥലത്തുള്ള കവിയാണ്, അറിയാമല്ലോ അല്ലേ? കാര്യങ്ങളെല്ലാം അറിയാം. അദ്ദേഹത്തിന്റെ കവിതയുടെ പ്രത്യേകത എന്താണെന്നോടൊന്ന് പറയാമോ? പറഞ്ഞോളൂ. What's the speciality of his poem? Yeah, Mike. പറഞ്ഞോളൂ. ഓക്കെ, അദ്ദേഹത്തിന്റെ കവിതയുടെ ഒരു മുഖമുദ്ര അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യം എന്താണ്? സറ്റയർ. എല്ലാവരും ഓർക്കുക സറ്റയർ. ചെമ്മനം ചാക്കോയെ കുറിച്ച്, ചെമ്മനം ചാക്കോയുടെ ക്വസ്റ്റ്യൻ ലോങ് ആൻസറിൽ വന്നാൽ സറ്റയർ എന്ന വാക്ക് ഉപയോഗിക്കാതെ ആ ആൻസർ പൂർത്തിയാക്കരുത് കേട്ടോ. ആദ്യം തന്നെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ സറ്റയറിസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചോണം അദ്ദേഹത്തെ കുറിച്ച് കേട്ടോ. ഓക്കെ അല്ലേ? അല്ലേ? സറ്റയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ആക്ഷേപഹാസ്യം എന്നൊക്കെ നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഈ കവിതയിലും അതിൻ്റെ ഒരു മനോഹരമായ സറ്ററിക് വേർഷനാണ് അത്, ആ കവിത. ഓക്കെ, എല്ലാവർക്കും ഓർമ്മയുണ്ടാവുന്നതായിരുന്നു. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സമ്മറിയൊക്കെ നമുക്കൊന്ന് പിന്നീട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. പോയറ്റിക് ഡിവൈസസ് എല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. You have dreams of setting up a business of your own after studies. You are greatly inspired by 𝗪𝗏𝗡𝗪𝗏's views and ideas. Draft a letter of inquiry to സാമാൻ ഫൗണ്ടേഷൻ പേര് മറന്നു പോകരുത്, അത് ഓർമ്മയിൽ ഇരുന്നോട്ടെ കേട്ടോ. 𝗪𝗏𝗡𝗪𝗏 റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ സാമാൻ ഫൗണ്ടേഷൻ അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് മോഡൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിലിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, ദിസ് prepare this next is financial okay this draft a letter to inquire. Okay, that's letter of inquiry ആണ്, ഫോർമൽ ലെറ്റർ ആണ്. ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ. ഫോർമാറ്റ് തെറ്റിക്കരുത്. ഇതാണ് നമ്മുടെ സെന്റേഴ്സ് അഡ്രസ്സിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഏത് അഡ്രസ്സാണ് ആദ്യം ആരംഭിക്കുന്നത്?
ഹൗ വിൽ വി സ്റ്റാർട്ട് ദ ഫോർമൽ ലെറ്റർ? ആദ്യം ആരുടെ അഡ്രസ്സാണ് വയ്ക്കേണ്ടത്? ആരാ പറയാമെന്ന് പറഞ്ഞേ? യാ, അർജുൻ പറയാം. നമുക്കൊന്ന് കേൾക്കാം. അർജുൻ പറയട്ടെ. യാ, എങ്ങനെയാ ആരംഭിക്കുന്നത്? ഫ്രം അഡ്രസ്. ഫ്രം എന്നൊന്നും എഴുതേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ അഡ്രസ്സ്, കംപ്ലീറ്റ് അഡ്രസ്സ് എഴുതുക കേട്ടോ. ദെൻ അത് കഴിഞ്ഞ് എന്താണ് നെക്സ്റ്റ്? Yes, exactly. The date on which you write the letter should be mentioned there. അതും എക്സ്പാൻഡഡ് ഫോർമാറ്റിൽ ഇവിടെ തന്നിരിക്കുന്ന 3 ജൂലൈ 2019 ആ രീതിയിൽ എക്സ്പാൻഡഡ് ഫോർമാറ്റിൽ കൊടുക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് എന്താണ്? റിസീവേഴ്സ് ആർക്കാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ്സ് വേണം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക. ആർക്കാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ്സ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആർക്കാണോ അയക്കുന്നത് ആ അഡ്രസ്സ് അവിടെ കൊടുക്കുക. ഓക്കെ, അതും ഫുൾ അഡ്രസ്സ് തന്നെ കൊടുക്കുക. ദെൻ അയാളുടെ ഡെസിഗ്നേഷൻ കൊടുക്കണം. ഇവിടെ മിസ്റ്റർ ഇർഫാൻ അലം, CEO സാമാൻ, അങ്ങനെ ഡെസിഗ്നേഷൻ കൊടുത്തുകൊണ്ട് വേണം. ദെൻ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ലെറ്ററിലേക്ക് പോകുന്നു. അല്ല, അത് കഴിഞ്ഞ് അടുത്തത് എന്താണ്? നെക്സ്റ്റ് പാർട്ട് ഇത് അറിയാമോ? അടുത്തത് പറഞ്ഞോളൂ. സബ്ജക്ട് ലൈൻ. ഒരു 3-4 വാക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയുക. ദാറ്റ് ഈസ് സബ്ജക്ട് ലൈൻ. ആഫ്റ്റർ സബ്ജക്ട് ലൈൻ സല്യൂട്ടേഷൻ കൊടുക്കുക. ഫൈൻ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഒരു 3-4 പാരഗ്രാഫിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുക എന്നല്ല. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാം. അത് കഴിഞ്ഞ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എഴുതുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുക. അടുത്ത 2 പാരഗ്രാഫിലായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. ആൻഡ് ഫൈനലി കൺക്ലൂഡിംഗ് പാരഗ്രാഫ്. കൺക്ലൂഡിംഗ് പാരഗ്രാഫിൽ എന്താണ് നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കൂടി മെൻഷൻ ചെയ്തുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഡോണ്ട് യൂസ് ഫ്രണ്ട്ലി വേർഡ്സ്. നമ്മൾ ഡെയിലി നമ്മുടെ സുഹൃത്തുക്കളോട് പറയുന്ന തരത്തിലുള്ള വാക്കുകളല്ല. ഒരു ഫോർമൽ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രമേ ഫോർമൽ ലെറ്റേഴ്സിൽ ഉപയോഗിക്കാവുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? Hope it's clear to you all. So here is dear sir, then salutation is there, then the 3 paragraphs are there, then yes, I hope it's clear to you all. Fine. Next question. Any doubt about letter writing? Letter writing ne kurichu എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Any doubts? Hope it's clear to you all. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലേ. Next, after the competition at Tompkins Square Park, Amigo Brothers ആരാണ് എഴുതിയത്? അവരുടെ പേരെന്ന് പറയാമോ? അഞ്ജന പറഞ്ഞോളൂ. Who is the author? Amigo Brothers. Okay. Piri Thomas. Okay. Piri Thomas പേര് മറക്കണ്ട. ഈ നിങ്ങൾ ഓതറിന്റെ പേരൊക്കെ എഴുതുന്നത് തീർച്ചയായും നിങ്ങളുടെ മാർക്ക് കൂട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക, മറക്കാതെ. എസ്പെഷ്യലി പിരി തോമസിന്റെ പേരൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്താൽ വെയിറ്റേജ് ഉണ്ടാവും നിങ്ങളുടെ മാർക്കിന്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് നെയിം, പിരി തോമസ്. ദിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, വളരെ രസകരമായ ഒരു ചാപ്റ്ററാണ്. സോ അതിൽ നിന്ന് ദിസ് ലൈവ് റിപ്പോർട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സോ അത്തരം കാര്യങ്ങളൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കുക. ഫൈൻ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആസ് ദ സെക്രട്ടറി ഓഫ് ആൻറ്റി നാർക്കോട്ടിക്സ് ക്ലബ് ഇൻ യുവർ സ്കൂൾ, യു ഡിസൈഡ് ടു റൈറ്റ് ആൻ ആർട്ടിക്കിൾ റൈറ്റിംഗ്. ഇപ്പോൾ അഗെയിൻ ആർട്ടിക്കിൾ റൈറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ again it's not like just an essay. ഒരു എസ്സേ എഴുതുന്നതിലും കുറച്ചുകൂടെ ഒരു ഫോർമാലിറ്റി ഉണ്ട്, കുറച്ചുകൂടെ ഒരു സ്ട്രക്ചേർഡ് ആയിരിക്കണം നിങ്ങളുടെ ആൻസർ. നിങ്ങളുടെ പാരഗ്രാഫ്സ് കുറച്ചുകൂടെ ഒന്ന് ഒരു കറക്റ്റ് കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ആർട്ടിക്കിൾ റൈറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ ഹിയർ ഈസ് വൺ ആർട്ടിക്കിൾ അബൌട്ട് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. സോ ദിസ് ഡ്രഗ് അബ്യൂസ്, ഇത്തരം ഇഷ്യൂസ് നമ്മളിപ്പോൾ വളരെയധികം ഫേസ് ചെയ്യുന്നൊരു സമയം കൂടിയാണ്. സോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് തീർച്ചയായും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹിയർ ഈസ് ദ ആൻസർ ഫോർ വൺ സച്ച് ക്വസ്റ്റ്യൻ. The problem of drug abuse has become a serious menace threatening the future and even the life of the youth, especially the school and the college going youth. This age group is more vulnerable to drug abuse because most of them are teenagers. Teenage is the time of stress and strain. To overcome their stress and strain, many youngsters abuse drugs. These drugs give them temporary pleasure, relieving them of their tension for some time. There are many reasons for drug abuse among the youth. They get a lot of money from their parents. Since most families have only one child or two, the parents pamper them. Many parents do not find time to spend with their children. Another reason for drug abuse is peer influence.
ഓക്കെ, ഇപ്പോൾ വായിച്ചു പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നല്ലോ. പിയർ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് പിയർ ഇൻഫ്ലുവൻസ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ കൈവയ്ക്കുകയോ. സമകാലീനർ അല്ലേ, പിയേഴ്സ്. Okay, peer influence. Third reason is the blind imitation of so-called glamour boys. Okay, essential drug may play havoc with the body and mind of their users. The drug addict experience sensory deprivation. Drugs also affect the body adversely. Okay, so this points. ഈ പോയിന്റ്സ് എല്ലാം നിങ്ങളുടെ ഡ്രഗ് അബ്യൂസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ? ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. എനി ഡൗട്ട്സ്? ഫൈൻ. സോ നമ്മൾക്ക് വളരെയധികം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായും ഡ്രഗ് അബ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാം. സോ ബി റെഡി ഫോർ ദാറ്റ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എനി ഡൗട്ട്സ്? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാൻ? ഓക്കെ. A horogaloo is an essential in our journey. It's more so when people around us are too busy in their own world. Okay, write a letter to the Minister of Education requesting him to take necessary steps in this regard. Okay, അപ്പോൾ അടുത്തതും ഒരു ഫോർമൽ ലെറ്റർ തന്നെയാണ്. അതിന് മുമ്പ് നമുക്ക് ഹൊറഗലുവിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് പോകാം. എന്താണ് ഹൊറഗലു? ഹൊറഗലു എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വാട്ട്സ് എ ഹൊറഗലു? ആർക്കെങ്കിലും ഒന്ന് പറയാമോ ഹൊറഗലു എന്താണെന്ന്? വാട്ട്സ് എ ഹൊറഗലു? യാ, യെസ് പറഞ്ഞോളൂ. ഓക്കെ, ഫൈൻ. ഹൊറഗല്ലു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ടുപേരെയാണ് ഹൊറഗല്ലു എന്ന് പറയുന്നത് അല്ലേ? ആരൊക്കെയാണ് ആ രണ്ടുപേര് ഹൊറഗല്ലു എന്ന് പറയുന്ന രണ്ടുപേര് ആരൊക്കെയാണ്? ഹു ഓൾ ആർ ദ ടു പീപ്പിൾ? അനാമിക പറഞ്ഞോ. ഈ ഹൊറഗല്ലു എന്ന് പറയുന്ന ചാപ്റ്റർ രണ്ടുപേരെയാണ് ഹൊറഗല്ലു ആയിട്ട് പറയുന്നത്. ആരൊക്കെയാണ്? ഓക്കെ, രത്ന ആൻഡ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ രത്നയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം അല്ലേ? രത്നയുടെ ക്യാരക്ടർ കമ്പാരിസൺ ചോദിക്കാം. വേറൊരു ക്യാരക്ടർ ഉണ്ട്, നമുക്ക് രത്നയുടെ ക്യാരക്ടർ കമ്പാരിസൺ ചോദിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ രത്ന, ഗ്രാൻഡ് ഫാദർ, അവരുടെ ക്യാരക്ടർ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ട്, എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് കരുതിക്കോട്ടെ. സംശയമൊന്നുമില്ലോ. നമുക്ക് ദിസ് ചാപ്റ്റർ സമ്മറി നോക്കാം പിന്നീട്. ഫൈൻ. Hope it's clear. Then this is another formal letter. So here is it. Okay, fine. Hope it's clear to you all. Then Robert Baldwin in the Hour of Truth stands as an epitome of honesty throughout the play. His decisions are never influenced by any financial offers. People prepare a character sketch of Robert Baldwin. Robert Baldwin's character sketch ആണ് ചോദിച്ചിരിക്കുന്നത്. റോബർട്ട് ബാൽവിൻ ഏത് ചാപ്റ്റർ ആണ്? ദിസ് Hour of Truth അല്ലേ? വൺ ആക്ട് പ്ലേ ആണ്. ഓക്കെ, hope you all remember that. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? ക്യാരക്ടേഴ്സ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഫൈൻ, നമുക്ക് പിന്നീട് നോക്കാം. So here is the answer for that. Okay, John Grisham. Okay, then next question. The story of Amigo Brothers is always heartwarming. Heartwarming. Okay, so again Amigo Brothers വന്നിട്ടുണ്ട്. So Amigo Brothers ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. Okay, hope it's clear to you all. So here is again draft an email conveying the essence of the story so as to inspire your friends to read it at the earliest. Okay, fine. This അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ഏകദേശം ഒരു സമ്മറി തന്നെയാണ് നമ്മൾ അവിടെ എഴുതേണ്ടി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ 2, any 2, 8 മാർക്കിൻ്റെ ഭാഗത്തിലേക്ക് പോവുകയാണ്. 20th question. Given below as a poster displayed at the Assembly Hall in connection with the International Women's Day celebration conducted by this club of Saurda Club of your school. As the convener of the program, you are asked to give a detailed talk on empowering women. Empowering women ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എംപവറിംഗ് വുമൺ ബേസ് ചെയ്ത് ചോദ്യം വരുമ്പോൾ നമുക്ക് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നുള്ള പോയിന്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? ഒന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് പറയാമോ? ഏതാണ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ? ഏതാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏത് ചാപ്റ്റർ ആണത്? Which is that chapter? Yeah, one of you please give me the answer. Yeah, and പറഞ്ഞോളൂ. ഏതാ? എംപവറിംഗ് വുമൺ. എംപവറിംഗ് വുമണിനെ കുറിച്ച് വരുമ്പോൾ എങ്ങനെയാണ് നമുക്കത് എനി വുമണുമായിട്ട് കണക്ട് ചെയ്യുന്നത്? എനി വുമൺ പോയം അല്ലേ? വേറെ ഏതെങ്കിലും ഉണ്ടോ? എംപവറിംഗ് വുമൺ വരുമ്പോൾ നമുക്ക് ക്രിസ്ത്യൻ ലഗാഡി എന്ന പേര് നമ്മുടെ ആ ഉത്തരത്തിൽ ഈ ചോദ്യത്തിൽ തന്നെ നമുക്ക് ആ പേര് ഉൾപ്പെടെയുള്ള കോട്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. ഓക്കെ,
ഫൈൻ. അപ്പോൾ 3 Ls. ആ 3 Ls ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അത് ആ രീതിയിലാണ്. ലേണിങ്ങിൽ നിന്ന് ലേബറിലേക്ക്, ലേബറിൽ നിന്ന് ലീഡർഷിപ്പിലേക്ക്. ദാറ്റ് ഈസ് എംപവറിങ്. ഓക്കെ ഫൈൻ. ഓക്കെ ആണല്ലോ? ഇതാണ് ആ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഫൈൻ. സോ fine. I hope it's clear to you all. Read the poem and compare and contrast it with Mending Wall and attempt a critical appreciation. രണ്ട് പോയം തരാം. നമുക്ക് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിട്ട് ഒരു പോയം തന്നിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതിൻ്റെ റൈമിംഗ് സ്കീം ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ പോയറ്റിക് ഡിവൈസസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക. ദെൻ പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്രീസിയേഷനിൽ? എനിവൺ പ്ലീസ് ഗിവ് മി ദ ആൻസർ. വേറെ എന്തൊക്കെയാണ് അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ്? യെസ് പറഞ്ഞോളൂ. മേക്ക് ഇറ്റ് ഫാസ്റ്റ് പ്ലീസ്. ശ്രീചന്ദ്രന പറഞ്ഞോളൂ, കേൾക്കാം. പറഞ്ഞോളൂ. I can hear you. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ യെസ്, തീം ഓഫ് ദ പോയം. പിന്നെ ദിസ് ഡിവൈസസ്, പോയറ്റിക് ഡിവൈസസ് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. തീം. ഓക്കെ, അങ്ങനെ ആ പോയമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ രണ്ടും കമ്പയർ ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെയാണ് സാധാരണ നമുക്ക് കണ്ടുവരുന്നത്. രണ്ട് പോയം തമ്മിലുള്ള കമ്പാരിസൺ ചോദിച്ചുകൊണ്ടുള്ള അപ്രിസിയേഷൻ. ആൻഡ് അതൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം 3 ഏതെങ്കിലും 2 അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ള ഓപ്ഷൻ ഉള്ളതാണ്. ബട്ട് ദിസ് നമ്മൾ എല്ലാ പോയംസും അതിൻ്റെ എല്ലാ പോയറ്റിക് ഡിവൈസസും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ഇത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. ദ ആൻസർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. ദിസ് വിൽ ബി അവൈലബിൾ ഫോർ യു. സോ ആ PDF നിങ്ങളിതൊന്ന് നോക്കുക. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ നമ്മുടെ സമയം കൂടുതൽ നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല. ഓക്കെ, the poem is highly melodious. Imagery is superb as we can visualize the stream, the ring of the snowdrop, the blackbird singing and the rain falling. Okay, the qualities of the poem. CV എഴുതുന്ന ഫോമാറ്റ്. ഓക്കെ, CV യുടെ ഫോർമാറ്റ് അല്ലേ? ഓക്കെ, ഞാനത് കാണിക്കാം. 120. യെസ്, CV-യുടെ ഒരു ഫോമാറ്റ് നമുക്ക് നോക്കാം. CV ആൻഡ് ബയോഡേറ്റ ഒരുമിച്ചായിരിക്കും നമ്മളോട് ചോദിക്കുന്ന അല്ലേ? CV. ഓക്കെ, സോ ദിസ് ലെറ്റർ ഓഫ് അപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂം, അതിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്കൊന്ന് നോക്കിയേക്കാം. യെസ്, സബ്ജക്ട് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് മാത്സ് ടീച്ചർ. ഓക്കെ ഫൈൻ. അതിൽ ഫോർമാറ്റ് ഒരു കവറിംഗ് ലെറ്ററിൻ്റെ അല്ലെ ആപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഒരു ഫോർമൽ ലെറ്ററിൻ്റെ സെയിം ഫോർമാറ്റ് ആണ് കേട്ടോ. ഫോർമൽ ലെറ്ററിൻ്റെ സെയിം ഫോർമാറ്റിൽ തന്നെയാണ് എഴുതേണ്ടത്. Okay, then mention about the advertisement. For your advertisement, I am interested in applying for the post as I thought my qualification and experience would suit your requirements. I am enclosing my detailed resume for your perusal. I will be available for an interview from now till the end of this month. You may decide the time and place. I will present all the original documents at the time of the interview, hoping to get the interview letter soon. Yours faithfully, then the name. Okay, so that's a covering letter അല്ലെങ്കിൽ ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫോർമൽ ലെറ്റർ. അതിൽ ഇത്തരം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇൻക്ലൂഡിങ് ദ അഡ്വർടൈസ്മെന്റ് ഡീറ്റെയിൽ എവിടെയാണ് നിങ്ങളത് കണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയുക. ദെൻ ഐ ആം എൻക്ലോസിങ് ദ ഡീറ്റെയിൽഡ് റെസ്യൂം എന്ന് പറയുക. ദെൻ എപ്പോഴാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ ടു യു ഓൾ? ഫൈൻ. നൗ അബൌട്ട് ദിസ് നമ്മുടെ ഒരു റെസ്യൂമേ ഓർ ബയോഡേറ്റ. സോ എന്തൊക്കെ മിനിമം എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് ഷുഡ് ബി മെൻഷൻഡ്, ദെൻ നെയിം ആൻഡ് അഡ്രസ്, മൊബൈൽ ആൻഡ് ഇമെയിൽ, ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ വിവാഹിതനാണോ അവിവാഹിതനാണോ അറിയാമല്ലോ അല്ലേ. ദെൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്,
then professional qualifications if you have any, then computer literacy, then experience, then specialties, hobbies, languages known, then at the end reference. So this reference ആരുടെയെങ്കിലും ഒരു റെഫറൻസും കൂടെ മെൻഷൻ ചെയ്തുകൊണ്ട് വേണം എൻഡ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? Hope it's clear to you all. Any doubt about this? Fine, good. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം മനസ്സിലോർക്കുക. ഇത്രയും പോയിന്റ്സ് നിങ്ങളുടെ റെസ്യൂമിന്റെ ഭാഗമായിട്ട്, ബയോഡേറ്റയുടെ ഭാഗമായിട്ട് ഇത്രയും പോയിന്റ്സ് നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഫൈൻ. ബാക്ക്. സോ fine. Read the poem. Yes, fine. We have finished with this. Hope it's clear to you all. Any doubts? ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. In the light of reading excerpt from the lives of 𝗓𝗏𝗏 and Shane Mystery, you arrived at the conclusion that entrepreneurs are not made, they are born. Our nation benefits from such enterprises too. Write an essay on the topic highlighting the merits of promoting entrepreneurship among the youth. അതിന് ഹിൻസ് തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തൊരു എസ്സേ എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ലോങ് ആൻസർ ടൈപ്പ് 8 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് വന്നിരിക്കുന്നത്. എൻ്റർപ്രണേഴ്സ് ആർ നോട്ട് മെയ്ഡ്, they are born. ഒരു ടൈറ്റിൽ കൊടുക്കുക, suitable ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക. Then there's a wrong tendency in our society which makes the youth to look for government jobs. After getting their degrees, they go on writing PSC tests in the hope of getting clerical jobs in government service. This is really bad for our country because the government can't provide a job for all the people. Here comes the importance of entrepreneurship. ദിസ് എൻ്റർപ്രണർഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പല രീതിയിൽ നമുക്ക് പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, ദീദി ഉണ്ട്, ദെൻ ചാപ്റ്റർ, ഈ 2 ചാപ്റ്ററിൽ നിന്ന് ത്രീ വീൽ റെവല്യൂഷൻ, ഈ 2 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് അതിനുള്ള പോയിന്റ്സ് കിട്ടും. യെസ്, ഓഫ് കോഴ്സ് 8 മാർക്ക് ക്വസ്റ്റ്യൻസിന് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു ടൈം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു അരമണിക്കൂർ കൊണ്ട് ആ 16 മാർക്കിൻ്റെ കവർ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഭാഗത്ത് നിന്ന് നിങ്ങൾ ആൻസർ സ്റ്റാർട്ട് ചെയ്തോളൂ, നോ പ്രോബ്ലം. ബട്ട് നമ്മുടെ മനസ്സിലൊരു സമയം ഉണ്ടായിരിക്കണം. ആ സമയം കഴിഞ്ഞു പോകുമ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. ഓക്കെ, അതർവൈസ് വി മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു എൻഡ് ദിസ്. 2.5 മാർക്കാണ്, 2.5 മണിക്കൂറേ ഉള്ളൂ. 2.5 മണിക്കൂർ ഒരല്പം സമയം കുറവാണ്. നമ്മൾ ലോങ് ആയിട്ട് അങ്ങ് എഴുതിക്കൊണ്ടിരുന്നാൽ, കാരണം ആദ്യം തന്നെ 8 മാർക്കിൻ്റെ എഴുതി ഒരുപാട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലായ ഒരു സമയം നിങ്ങൾക്ക് ഏകദേശം ഒരു വ്യക്തമായിട്ടുണ്ടായിരിക്കണം. ഒരല്പം സ്പേസ് അവിടെ കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, പിന്നീട് എഴുതാൻ വേണ്ടി ഒരല്പം സ്പേസ് ഇട്ടിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലും കുഴപ്പമില്ല. പക്ഷെ ആ സമയം ഏകദേശം, ബിക്കോസ് അവിടെ നമുക്ക് ആകെ കിട്ടുന്ന 8 മാർക്കാണ് ഒരു ചോദ്യത്തിന്, ബാക്കി മാർക്ക് മുഴുവൻ ഇപ്പുറത്തുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ഫൈൻ. ദെൻ മൂവിങ് ടു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഫോം. ഏത് സ്ക്രിപ്റ്റിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്? നിങ്ങളുടെ ലൈക്ക് അനൗൺസ്മെന്റ് സ്ക്രിപ്റ്റ്സ് ആണോ ചോദിക്കുന്നത്? Are you asking about the announcement scripts? Daniel. Yes. ആണോ? സ്ക്രിപ്റ്റ് റൈറ്റിംഗിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നാലെ വരുന്നുണ്ട്, നമ്മൾ കാണും കേട്ടോ. ഞാൻ പറയാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇറ്റ്സ് ക്ലിയർ ടു ഓൾ. എല്ലാവർക്കും ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏകദേശം ഒരു ക്ലാരിറ്റി ആയിട്ടുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ധാരണ വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. വിശ്വസിക്കാമെങ്കിൽ എല്ലാവരും ഒന്ന് ചിരിച്ചുകൊണ്ടൊന്ന് വേവ് ചെയ്തെന്ന് ഹാൻഡ് ഷേക്ക് ചെയ്ത് എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് എന്ന് ഞാൻ കരുതിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിനി പോയറ്റിക് ഡിവൈസസ് ഒന്ന് കണ്ടാലോ. നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും അതിൽ വരുന്ന പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് പെട്ടെന്ന് ഓടിച്ച് നോക്കി കണ്ടാലോ. റെഡിയാണോ? സംശയങ്ങൾ ചോദിക്കാൻ തയ്യാറാണോ? ഓക്കെ, ആർ യു റെഡി ടു ബേൺ മൈ ഹെഡ്? ചോദിക്കാൻ തയ്യാറാണോ? മുന്നോട്ട് പോട്ടെ. ഫൈൻ, നമുക്ക് നോക്കാം. സോ എനി വുമൺ, കാത്രീൻ ടിനാൻ. ഇപ്പോൾ ആ പോയത്തിൽ വരുന്ന പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അലിട്രേഷൻ ഇസ് ദെയർ. അലിട്രേഷൻ എല്ലാവർക്കും അറിയാമോ? അലിട്രേഷൻ നമുക്ക് അലിട്രേഷൻ ഒരു മാർക്കിന്റെ ചോദ്യത്തിൽ നമുക്ക് അലിട്രേഷൻ ഐഡന്റിഫൈ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് 8 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ അലിട്രേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അലിട്രേഷൻ എല്ലാവർക്കും അറിയാവോ?
ഇവിടെ പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റഡ് കൺസണന്റ് സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. അപ്പോൾ അടുത്തടുത്തുള്ള വാക്കുകളിൽ ആദ്യത്തെ അക്ഷരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് ഓഫ് ലവ്, ലൈറ്റ് ലവ്, ല ല എന്ന ആദ്യ അക്ഷരം ആവർത്തിച്ച് വരുന്നത് കണ്ടോ? ദാറ്റ് ഈസ് അലിട്രേഷൻ. ക്ലിയർ ആയോ? അലിട്രേഷനിൽ സംശയമില്ലല്ലോ. അലിട്രേഷൻ, റിപ്പീറ്റേഷൻ. ഓക്കെ, റിപ്പീറ്റഡ് കൺസണന്റ് സൗണ്ട് അറ്റ് ദ ബിഗിനിങ്. ഓക്കെ, അങ്ങനെ ഓർത്തത്. ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾസ് ടുഗദർ. ഓക്കെ, the twist that holds together. Okay, ക്ലിയർ അല്ലേ? അലിട്രേഷൻ ക്ലിയർ ആയോ? സംശയമുണ്ടോ? നമുക്കൊരു പോയം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അലിട്രേഷൻ കണ്ടുപിടിക്കാവുന്ന കോൺഫിഡൻസ് എല്ലാവർക്കും ആയോ? മുന്നോട്ട് പോട്ടെ. സംശയമുണ്ടോ ചോദിച്ചേ? ആർക്കും എന്താ സംശയമൊന്നും ഇല്ലാത്ത? അലിട്രേഷനിലൊക്കെ ഒരുപാട് സംശയം വരണ്ടല്ലേ? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടുള്ള ഒരു സംഭവമാണല്ലോ അലിട്രേഷൻ. ആർക്കെങ്കിലും സംശയമുണ്ടോ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ പോയിന്റ് ഓർത്തിരുന്നാൽ മതി. ആദ്യത്തെ അക്ഷരം റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് കേട്ടോ. അടുത്തടുത്തുള്ള വാക്കുകളിൽ ആദ്യത്തെ അക്ഷരം റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഓക്കെ, ദാറ്റ്സ് ബോയ് പ്ലേസ് വിത്ത് ബോൾ. ബോയും ബോളും ഒക്കെ വരുമ്പോൾ അതൊക്കെ ആദ്യത്തെ അക്ഷരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. മെറ്റഫർ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പോയം എന്ന് പറയുമ്പോഴേ അതൊരു കംപ്ലീറ്റ് മെറ്റഫറാണ്. ഓക്കെ, അതിൽ ആകെ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, കീ സ്റ്റോൺ ഓഫ് ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്, ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഇതെല്ലാം ഞാനാണെന്ന് പറയുന്ന ലൈറ്റ് ഓഫ് ലവ്, ട്വിസ്റ്റ് ദാറ്റ് ഹോൾസ് ടുഗദർ, ഇതെല്ലാം മെറ്റഫറാണ് അവിടെ. അപ്പോൾ കവിത കംപ്ലീറ്റ് മെറ്റഫർ, ഗുഡ് എക്സാമ്പിൾ ഫോർ എ മെറ്റഫർ. ഓക്കെ, മെറ്റഫർ എല്ലാവർക്കും ഞാൻ ഓൾറെഡി സിംപ്ലി മെറ്റഫറും പറഞ്ഞു. മെറ്റഫർ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അനഫോറ, റെപ്പിറ്റേഷൻ ഓഫ് എ വേർഡ് ഓർ ഫ്രേസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സക്സസീവ് ക്ലോസസ്. അടുത്തടുത്തുള്ള ക്ലോസിന്റെ ആരംഭത്തിൽ വേർഡ് ഓർ ഫ്രേസസ്. നമ്മൾ അലിട്രേഷൻ പഠിച്ചു. അനഫോറ അലിട്രേഷൻ മാറിപ്പോകരുത്. അലിട്രേഷൻ ആണെങ്കിൽ ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു വാക്ക് മാത്രം റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അനഫോറ ആണെങ്കിൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് അടുത്തടുത്തുള്ള ക്ലോസിന് ആരംഭത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അനഫോറ. ഓക്കെ, ആം ദ ഫയർ, ആം ദ ലൈറ്റ്, ആം ദ ഹീറ്റ്. ഓക്കെ, ആം ദ റിപ്പീറ്റ് ചെയ്ത് വരുന്നതുണ്ടോ? മനസ്സിലായോ? ദാറ്റ്സ് അനഫോറ. കിട്ടിയോ? സംശയമുണ്ടോ ചോദിച്ചോ? ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാം കേട്ടോ. എനി ഡൗട്ട്സ്? Please raise your hand if you have no doubt. If there is no doubt, please give me a smile and wave your hands. Yeah, thank you. Very good. Then അടുത്തത് എൻജോയ്മെന്റ്. എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ പെട്ടെന്ന്? അത് നിങ്ങൾക്ക് അറിയാമോന്ന് അറിയാൻ വേണ്ടിയാണ്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഹാൻഡ് റൈസ് ചെയ്തേ. ആരാ ഫസ്റ്റ് പറയുന്നത് എൻജോയ്മെന്റ് എന്താണെന്ന്? യാ, ഷാർലറ്റ് പറഞ്ഞോ. ഓക്കെ, എനിബഡി എൽസ്? അപ്പൊ എന്താ നിങ്ങൾ ചോദിക്കാത്ത, സംശയങ്ങൾ ചോദിക്കാത്ത എന്താ? നമ്മൾ ലാസ്റ്റ് പെട്ടെന്ന് പോകല്ലേ, സംശയം ചോദിക്കണ്ടേ, മനസ്സിലായില്ല, ഇത് കിട്ടുന്നില്ല എന്നുള്ളത്. ഓക്കെ, ഫൈൻ. എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ലൈൻ എൻഡ് ചെയ്യുമ്പോൾ പങ്ക്ച്വേഷൻസ് ഒന്നും ഉപയോഗിക്കാതെ അതിന്റെ മീനിങ് അടുത്ത വരിയിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഇവിടെ നോക്കിയോ, ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് ബോൾ. അവിടെ ആ ലൈൻ മീനിങ് ഒന്നും കംപ്ലീറ്റ് ചെയ്യുന്നില്ല, അവിടെ ഒരു പങ്ക്ച്വേഷൻ ഉപയോഗിച്ചിട്ടില്ല. വുഡ് ഫോൾ ആൻഡ് റൂയിൻ മീ അറ്റേർലി, അടുത്ത വരിയിലേക്ക് അതിന്റെ മീനിങ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. മനസ്സിലായോ? That is enjambment. മനസ്സിലായോ? Poetic device enjambment. മനസ്സിലായോ? കിട്ടിയോ? അപ്പൊ നിങ്ങൾ വേറൊന്നും ഓർക്കണ്ട. സിമിലി, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ, ഇമേജറി, ദെൻ അലിട്രേഷൻ, പറ്റുമെങ്കിൽ അലിട്രേഷൻ, ദെൻ റൈമിംഗ് സ്കീം. ഇത്രയും എങ്കിലും നിങ്ങൾ പോയറ്റിക് ഡിവൈസസ് നിങ്ങൾ അപ്രീസിയേഷൻ ചെയ്യുമ്പോൾ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. എൻജോയ്മെന്റ് ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഐഡന്റിഫൈ ചെയ്താൽ ഉറപ്പായിട്ടും ദാറ്റ്സ് വെരി ഗുഡ്. എൻജോയ്മെന്റ് ഇന്ന ഭാഗത്ത് എൻജോയ്മെന്റ് ഉണ്ട് എന്ന് തന്നിരിക്കുന്ന പോയം കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇത് ഇനിയിപ്പം എൻജോയ്മെന്റ് കണ്ട് പിടിക്കാൻ പാടൊന്നും വേണ്ട. ഒരു ലൈൻ ഒരു കുത്തോ കോമയോ ഒന്നും ഇല്ലാതെ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എൻജോയ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമല്ല അതിൻ്റെ അർത്ഥം അടുത്ത വരിയിലേക്ക് കടന്നു പോകുന്നു എന്നതാണ് എൻജോയ്മെന്റിന്റെ പ്രത്യേകത കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ടേക്ക് മീ എവേ ആൻഡ് റൂഫ് ആൻഡ് വോൾ, അതിന് ഒരു അർത്ഥമില്ലല്ലോ, അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അടുത്ത് ബാക്കി കൂടെ വന്നാലേ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. വുഡ് ഫോൾ ടു റൂയിൻ മീ അറ്റേർലി. ഓക്കെ, കിട്ടിയോ? എൻജോയ്മെന്റ് കിട്ടിയോ എല്ലാവർക്കും? ഒന്നുകൂടെ പറയണമെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഓൾറെഡി ഞാൻ ഇതിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ക്ലിയർ ആയോ? എനി ഡൗട്ട്സ്? എന്താണ് ആരും ഒന്ന് ഊർജ്ജമില്ലാതിരിക്കുന്ന എന്താ? ഊർജ്ജസ്വലത ഇല്ലാതിരിക്കുന്ന എന്താ? യെസ്, have doubts, please ask. Fine. Any doubt? Fine. Thank you. Moving on. Yes, what's your doubt? Ask me. പറഞ്ഞോളൂ. Enjambment would
ആ അതിലപ്പോ പങ്ക്ച്വേഷൻ മാർക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, ഇതാ പറഞ്ഞത് പഞ്ച്വേഷൻ ഇല്ലാതെയാ പോവാ. അല്ല, പങ്ക്ച്വേഷൻ ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? പങ്ക്ച്വേഷൻ ഇല്ലാതെ ചോദിച്ചോളൂ. ആ അതാ നടുക്കല്ലേ, ലൈനിന്റെ എൻഡിലാണ്. ആ വരിയുടെ അവസാനം. ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നന്നായി. അപ്പോൾ വരിയുടെ അവസാനമാണ് പങ്ക്ച്വേഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത വരിയിലേക്ക് ആ അർത്ഥം കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഓക്കെ, അതാണ് അവിടെ ആ അർത്ഥത്തിന്. ആ വരിക്ക് ഒരു അർത്ഥം ഇല്ലല്ലോ. ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു അർത്ഥമില്ലല്ലോ. അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ അടുത്ത വരിയിലേക്ക് പോയാൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, യൂഷ്വലി അത് പങ്ക്ച്വേഷൻ ഇല്ലാതെ അടുത്ത വരിയിലേക്ക് കടന്നു പോവുക. ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു. ഫൈൻ. ഇപ്പൊ എല്ലാവർക്കും കിട്ടിയല്ലോ എൻജോയ്മെന്റ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു വരി ഇങ്ങനെ എൻഡ് ചെയ്യുമ്പോൾ അവസാനം ഒരു പങ്ക്ച്വേഷൻ ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഒരു എൻജോയ്മെന്റ് കാണാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞാണ്. എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അടുത്ത വരിയിലേക്ക് കൂടെ വായിച്ചാലേ അതിന്റെ അർത്ഥം കിട്ടുകയുള്ളെങ്കിൽ ഉറപ്പിച്ചു അവിടെ എൻജോയ്മെന്റ് ആണ്. ഓക്കെ, ഫൈൻ, ഗുഡ്. ഇൻവേർഷൻ, നോർമൽ ഓർഡർ ഓഫ് വേർഡ് റിവേഴ്സ്ഡ്. ഓക്കെ, ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച്. ഓക്കെ, അതിന്റെ നോർമൽ ഓർഡർ തിരിച്ചിട്ടേക്കുക. ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച്, ദ ആർച്ച് ഓഫ് ദ കീ സ്റ്റോൺ. അല്ലെങ്കിൽ അതിനെ നേരെ ഇൻവേർട്ട് ചെയ്തിരുന്നതാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then imagery, wrap and woof, the imagery of weaving. Okay, wrap and woof എന്ന് പറയുന്നതിൽ നമുക്ക് ഒരു ഇമേജ്, ആ വീവിങ്ങിന്റെ ഒരു ഇമേജറി നമുക്ക് അവിടെ നമ്മുടെ മനസ്സിലേക്ക് ഈ വീവിങ് അല്ലെ, നെയ്ത്തിന്റെ ആ ഒരു ദൃശ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് wrap and woof എന്ന് പറയുന്നത് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഫൈൻ. നെക്സ്റ്റ് ഇസ് മെൻഡിങ് വാൾ. പോയത്തിലേക്ക് പോവാം. റെഡിയാണോ? അത് വളരെ പ്രധാനപ്പെട്ട പോയമാണ്. റോബർട്ട് ഫ്രോസ്റ്റ്, നമ്മുടെ കവികളിൽ ഏറ്റവും, നമ്മൾക്ക് പഠിക്കാനുള്ള കവികളിൽ ഏറ്റവും വിശ്വവിഖ്യാതനായ, ലോകം മുഴുവൻ ആരാധിക്കുന്ന എഴുത്തുകാരനാണ് റോബർട്ട് ഫ്രോസ്റ്റ് അല്ലേ. റോബർട്ട് ഫ്രോസ്റ്റിന്റെ മെൻഡിങ് വാൾ ആണ് വളരെ പ്രശസ്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പോയമാണ് അല്ലേ. ഇന്നത്തെ കാലത്ത്, യുദ്ധങ്ങൾ നടക്കുന്ന കാലത്ത് ഭിത്തികളുടെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം അല്ലേ, പ്രകൃതി ഭിത്തികൾക്ക് എതിരാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു പോയമാണ് മെൻഡിങ് വാൾ, റോബർട്ട് ഫ്രോസ്റ്റിന്റെ. ഓക്കെ, സോ സിമിലി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എ ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് ടു അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. സിമിലി നിങ്ങൾ പോയറ്റിക് ഡിവൈസസ് ഐഡന്റിഫൈ ചെയ്യാൻ, അതായത് 8 മാർക്കിന്റെ ചോദ്യം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ സിമിലി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലൈക്ക് ഓർ ആസ് കണ്ടാൽ ഉറപ്പിച്ചോ അത് സിമിലിയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് ആൻ ഓൾ സ്റ്റേജ് സാവേജ് ആംഡ്. അവിടെ ലൈക്ക് വന്നിരിക്കുന്നിടത്ത് സിമിലി ഉപയോഗിച്ചു. മെറ്റഫോർ, എ ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു അൺലൈക്ക് തിങ്സ് stating that one is other or does the action of the other. Okay, and some are loaves and some are so nearly balls. Okay, അവിടെ some are loaves and some are nearly balls എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ആ കല്ലുകളെയാണ്, ബോൾഡേഴ്സിനെയാണ് അല്ലെ ലോവ്സ് അല്ലെങ്കിൽ ബോൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ലൈക്കോറാസ് ഉപയോഗിക്കാതെ ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് മെറ്റഫോർ. ഓക്കെ ആണോ? എല്ലാവരും ആക്റ്റീവായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുകയല്ലേ? നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും ഈ ഡിസ്കഷൻ. ഓക്കെ, നിങ്ങൾക്ക് ആ 8 മാർക്ക് ക്വസ്റ്റ്യൻസ് തീർച്ചയായും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഫൈൻ. ദെൻ പെർസോണിഫിക്കേഷൻ. ഉറപ്പായിട്ടും 8 മാർക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾ പെർസോണിഫിക്കേഷൻ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. പെർസോണിഫിക്കേഷൻ ഉണ്ടാകേണ്ടതാണ്. എ തിങ്, ആൻ ഐഡിയ ഓർ ആൻ ആനിമൽ ഈസ് ഗിവൺ ഹ്യൂമൻ ആട്രിബ്യൂട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. മനുഷ്യന്റെ ഒരു ഗുണം, സവിശേഷത, അത് ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു ആശയത്തിന്, അതോ അല്ലെങ്കിൽ ഒരു ആനിമലിനൊക്കെ കൊടുക്കുന്നതാണ് പെർസോണിഫിക്കേഷൻ. ആ പേരിൽ നിന്ന് തന്നെയാണ് പെർസോണിഫിക്കേഷൻ, പെർസോണിഫൈഡ് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന്റെ ഗുണം ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു ആനിമലിനൊക്കെ കൊടുക്കുന്നതാണ്. സംതിങ് ദർ ഇസ് ദാറ്റ് ഡസൻ ലവ് എ വോൾ അല്ലെ, ലവ് എ വോൾ. ലവ് എന്ന് പറയുന്ന ഹ്യൂമൻ ക്വാളിറ്റി കൊടുത്തിരിക്കുകയാണ് എന്തോ ഒന്നിന് അല്ലെ, പ്രകൃതിക്ക് കൊടുത്തിരിക്കുകയാണ്. ദാറ്റ്സ് പെർസോണിഫിക്കേഷൻ ദെയർ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എല്ലാവർക്കും പെർസോണിഫിക്കേഷൻ അറിയാമല്ലോ. ഫർദർ എക്സ്പ്ലനേഷൻ തരണോ? വേണ്ടല്ലോ. ദ മൂൺ ഇസ് സ്മൈലിംഗ്, പെർസോണിഫിക്കേഷൻ അല്ലെ, ചിരിക്കുകയാണ് എന്ന് പറയുന്നത് ചിരി ഹ്യൂമൻ ആട്രിബ്യൂട്ട് ആണ്. ദ സൺ ഈസ് ആംഗ്രി, ഹ്യൂമൻ ആട്രിബ്യൂട്ട്, ഹ്യൂമൻ ക്വാളിറ്റി ഗിവൺ ടു സൺ. ഓക്കെ, ദ ഡോഗ് is crying, is weeping, the dog is weeping എന്നൊക്കെ പറഞ്ഞ പെർസോണിഫിക്കേഷൻ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഫൈൻ, താങ്ക് യു. അലിട്രേഷൻ അഗെയിൻ. ഇവിടെ അലിട്രേഷൻ വരുന്നുണ്ട്. എവിടെയാണ്? വാട്ട് ഐ വാസ് walling in or walling out to please the yelping dogs.
what I was walling in or walling out. അവിടെ this walling in or walling out alliteration ഉപയോഗിക്കുന്നുണ്ട്. Then assonance, repeated vowel sounds in the word placed nearby each other. Assonance വരുന്നത്. Okay, gaps. I mean no one has seen. Mean no one has seen. Mean seen. അവിടെ assonance വരുന്നത്. Okay. അത് വാക്യ ഒരു വേർഡിന്റെ ഇടയിലാണ് കേട്ടോ, ആരംഭത്തിലല്ല. ആരംഭത്തിൽ വന്നാൽ അതിനെ അലിട്രേഷൻ ആണ്. ഇടയിൽ വോവൽ സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ വന്നാൽ അത് അസനൻസ് ആണ്. ഓക്കെ, കിട്ടിയോ? അസനൻസ് എന്താണെന്ന് എല്ലാവർക്കും കിട്ടിയോ? അറിയാവുന്ന കാര്യമാണോ? പുതുതായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ അസനൻസ് എന്ന്? ലെറ്റർ ടു എഡിറ്റർ ഫോർമാറ്റ് ഡിഫറൻസ് ഇല്ല. നമ്മൾ ഓൾറെഡി ഫോർമൽ ലെറ്ററിന്റെ പറഞ്ഞു കഴിഞ്ഞു. ലെറ്റർ ടു എഡിറ്റർ അത് തന്നെയാണ്, സെയിം ഫോർമാറ്റ് ആണ്. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറയേണ്ടി വരും എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിലേക്ക് വരാം. ലെറ്റർ ടു എഡിറ്റർ ഒക്കെ നമുക്ക് പിന്നീട് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം, നമുക്ക് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിലേക്ക് വന്നോളൂ. ഇവിടെ അസനൻസും അലിട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാവർക്കും കിട്ടിയോ? കൺസണന്റ് സൗണ്ടിന്റെ റെപ്പിറ്റേഷൻ വരുന്ന at the end of words placed nearby each other, usually on the same line. കൺസണന്റ് സൗണ്ട് അവസാനത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് കൺസണൻസ് ആണ്. ആരംഭത്തിൽ കൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അലിട്രേഷൻ ആണ്. കൺസണൻസും അലിട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് വേവ് ചെയ്തോ. അസനൻസ് മനസ്സിലായോ? ഓക്കെ, അത് ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്, അതൊന്നും നിങ്ങളുടെ ആൻസറിൽ കണ്ടില്ല എന്ന് പറഞ്ഞ് പ്രശ്നമാകില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മെറ്റഫർ, സിമിലി, പെർസോണിഫിക്കേഷൻ, ദെൻ ഇമേജറി, ദെൻ എൻചാൻമെന്റ് ഒക്കെ കണ്ടുപിടിക്കുക. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഓക്കെയാണ്. അലിട്രേഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് ശ്രദ്ധിക്കുക. ഓക്കെ, ഫൈൻ. ഈ പോയിന്റ്സ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, അസനൻസ്, കൺസണൻസ്, ഫൈൻ. ദെൻ എൻചാൻമെന്റ്. അഗെയിൻ എൻചാൻമെന്റിൽ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇവിടെയും ആൻഡ് ഹി ലൈക്സ് ഹാവിംഗ് ദോ ഓഫ് ഇറ്റ് so well. He says again, good friends make good neighbors. Okay, അവിടെ ആദ്യത്തെ വരിയിൽ നിന്നും അർത്ഥം ഒന്നും വ്യക്തമാകുന്നില്ല. അതിന്റെ അർത്ഥം അടുത്ത വരിയിലേക്ക് കടന്നു പോവുകയാണ്. അടുത്ത വരിയിലൂടെ അതിന്റെ അർത്ഥം നമുക്ക് വ്യക്തമാകുന്നുള്ളൂ. ലൈൻ ends without any punctuation. Okay, clear അല്ലേ? Enchantment clear അല്ലേ? Okay, then paradox is used here, seemingly self-contradictory phrase or concept that illuminates a better truth. എന്താണ് പാരഡോക്സ്? ഇവിടെ ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നൈബേഴ്സ്. എന്താണ് പാരഡോക്സ്? പാരഡോക്സ് എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയാമോ? വാട്ട് ഈസ് പാരഡോക്സ്? ബാക്കിയുള്ളവർക്ക് ഒന്ന് കേൾക്കാൻ വേണ്ടി. Who will give me the answer? What's a paradox? Yeah, ശ്രീജിത്ത് പറഞ്ഞോളൂ. Yeah, പറഞ്ഞോളൂ. Yes, I can hear you. Okay, fine. Okay, ഞാൻ പറയാം. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് സെൽഫ് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഫ്രേസസ് ആണ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. അപ്പോൾ അത് സെൽഫ് കോൺട്രഡിക്ടറി അല്ലേ? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. ഫെൻസസ് എന്ന് പറയുന്നത് അതിർത്തിയാണ്, അതിരുകളാണ്. അതിരുകൾ എങ്ങനെയാണ് നല്ല നൈബേഴ്സിനെ സൃഷ്ടിക്കുന്നത്? അത് രണ്ടും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഓക്കെ, സോ ഇവിടെ ഗുഡ് ഫെൻസസ് മേക്സ് ഗുഡ് നൈബേഴ്സ് എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അതാണ് പാരഡോക്സ്. പക്ഷേ ഇറ്റ് സീമിംഗ്ലി സെൽഫ് കോൺട്രഡിക്ടറി ഓർ ബട്ട് ഇറ്റ് ഇലുമിനേറ്റ്സ് എ ബെറ്റർ ട്രൂത്ത്, എ ഗ്രേറ്റർ ട്രൂത്ത് അല്ലെ? കുറച്ചുകൂടെ വലിയൊരു തത്വം ഒക്കെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് പാരഡോക്സ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്ന് പറയുന്നത് രണ്ടും പരസ്പര വിരുദ്ധമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് കുറച്ചുകൂടെ ഒരു വലിയൊരു തലത്തിലുള്ള ഒരു അർത്ഥം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അത് ചെയ്യുന്നത്. മനസ്സിലായോ? പാരഡോക്സ് എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെ, ക്ലിയർ? അപ്പോൾ നിങ്ങളുടെ തന്നിരിക്കുന്ന പോയത്തിൽ ഒരു പാരഡോക്സ് ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ അല്ലേ? ഫൈൻ, ഗുഡ്. നെക്സ്റ്റ്, again anaphora, repetition of word or phrases that begin successive clauses. Anaphora already നമ്മൾ ഡിസ്കസ് ചെയ്തു. and spills the upper borders in a sentence and makes gaps even two can pass abreast. Okay, then parallelism, two or more words or phrases in a sentence that are same grammatically as well as in meaning. That is parallelism. Okay, grammaticallyയും അർത്ഥത്തിലും ഗ്രാമാറ്റിക്കലിയും ഒരേ ഏകദേശം അല്ലെങ്കിൽ ഒരുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. to each the boulders that have fallen to each. Okay, so that's this two or more words or phrases in a sentence that are the same grammatically as well as in meaning. That is parallelism.
ദെൻ അല്യൂഷൻ. ഇത് ഈ പോയത്തിൽ ഇത് ഒക്കെ ഉണ്ട് എന്നുള്ള ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഡോണ്ട് ഗെറ്റ് വറീഡ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെയാണ്. അതർവൈസ് നമ്മൾ ഓൾറെഡി ആദ്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത 4-5 ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ റെഫറൻസ് അല്ലേ, അല്ലെങ്കിൽ റെഫറിങ് ടു ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ഒക്കെയാണ്. ഐ കുഡ് സേ ദെൻ എൽവ്സ് ടു ഹിം. ഓക്കെ, എൽവ്സ് എന്ന് പറയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ക്യാരക്ടറിനെ അവിടെ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള വേറെ ലെജൻഡറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരു ഹൈപ്പർ ടെക്സ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ ഒരു റെഫറൻസ് കൊടുത്തേക്കാണ്, പുറത്തേക്ക് ഒരു ആശയം നമ്മളെ കൊണ്ടുപോവുകയാണ്. ദാറ്റ് ഈസ് അല്യൂഷൻ. ഓക്കെ, ദെൻ സ്റ്റാമറിലേക്ക് പോകാം. സ്റ്റാമറിൽ ഉപയോഗിച്ചിരിക്കുന്ന സിമിലി ഉണ്ട്. ദെൻ സ്റ്റാമർ ബിക്കംസ് ദ മദർ ടങ് എന്നൊക്കെ പറയുന്നിടത്ത് സറ്റയർ ആണ്. ഇപ്പോൾ സറ്റയർ എന്താണെന്നുള്ള ഓർത്തിരിക്കുക. സ്റ്റാമറുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ കവിത വന്നിരിക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് അതിൽ സറ്റയർ ഉണ്ടായിരിക്കും, സറ്റയർ ഉള്ള ഒരു കവിതയായിരിക്കും വന്നിരിക്കുക കേട്ടോ. ഐറണി, ഹി അട്ടേഴ്സ് ഫ്രം ഹിസ് prayers to his commands stammers like poetry. Okay, this irony again, he utters from his prayers to his commands stammers like poetry. Okay, then paradox, stammer is no handicap. This paradox എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, കിട്ടിയല്ലോ. ദെൻ സ്റ്റാമർ എന്ന് പറയുന്ന പോയത്തിൽ സറ്റയർ ഉണ്ട്, ഐറണി ഉണ്ട്, പാരഡോക്സ് ഉണ്ട്. ഏതൊക്കെ വരികളിലാണ് വന്നിരിക്കുന്നതെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. ദെൻ റൈസ്, അഗെയിൻ സറ്റയർ ഉണ്ട്. ദെൻ അപ്പോസ്ട്രോഫി എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഗീവ്സ് റൈസ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ലൈക്ക് എൻ ആരോ ടു ദ സെന്റർ ഓർ ട്രെയിൻ വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റ്. ഇവിടെയൊക്കെ അദ്ദേഹം അപ്പോസ്ട്രോഫി ഉപയോഗിച്ചിട്ടുണ്ട്. ദാറ്റ്സ് അഡ്രസ് ടു എ ഡെഡ് ഓർ ആബ്സെന്റ് പേഴ്സൺ ഓർ പെർസോണിഫിക്കേഷൻ ആസ് ഇഫ് ഹി ഓർ ഷീ വെയർ പ്രസന്റ്. ഇതാണ് അപ്പോസ്ട്രോഫി എന്ന് പറയുന്നത്. നമ്മൾ അവിടെ പ്രസന്റ് അല്ലാത്ത ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റിന് ട്രെയിൻ വിൽ യു റൺ എ ലിറ്റിൽ ഫാസ്റ്റർ എന്ന് പറയുന്നിടത്ത് പെർസോണിഫിക്കേഷൻ ഉണ്ട്, അറിയാമല്ലോ. ട്രെയിനിനെ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് അതിനൊരു പെർസോണിഫിക്കേഷൻ നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മൾ അതിനോട് സംസാരിക്കുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത്. സോ ഇറ്റ്സ് അപ്പോസ്ട്രോഫി. മനസ്സിലായോ? പെർസോണിഫിക്കേഷനും അപ്പോസ്ട്രോഫിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ക്ലിയർ അല്ലേ? എനി ഡൗട്ട്സ്? നോ? ഫൈൻ, താങ്ക് യു. Alliteration, without smiling, the smile slowly forming on his lip. Okay, അവിടെ smiling, the smile slowly, that sounds repeats. That's alliteration. ആദ്യത്തെ കൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന അടുത്തടുത്തുള്ള വാക്കുകൾ alliteration എന്താണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, this is going to hurt just a little bit. Ogden Nash, another beautiful poem. Ogden Nash's poem എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. The simile is there, metaphor is there, and your mouth is like a section. Simile identify and like or as ഉണ്ടെങ്കിൽ simile ഉണ്ടായിരിക്കും. Metaphor, dentist may be a beer. അവിടെ ഡെന്റിസ്റ്റിനെയും ബിയറിനെ കമ്പയർ ചെയ്തിരിക്കുന്നു വിത്തൗട്ട് യൂസിങ് ലൈക്ക് ഓർ ആസ്. ദാറ്റ്സ് മെറ്റഫർ. പൺ, ഹോപ്പൻ, അവിടെ ഹോപ്പൻ എന്ന് പറയുന്നിടത്ത് പൺ ഉപയോഗിച്ചിട്ടുണ്ട്. 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോ അതൊന്ന് ഓർത്തിരിക്കുക. ഫൺ ഇസ് എ പ്ലേ ഓഫ് വേർഡ്സ് വിത്ത് മോർ ദാൻ 1 മീനിങ് ഓർ വേർഡ്സ് ദാറ്റ് സൗണ്ട്സ് അലൈക്ക്. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ. ദെൻ ഹൈപ്പർബോൾ ഹൈപ്പർബോൾ എന്താണ്? ആരാ പറയാ ഹൈപ്പർബോൾ എന്താണെന്ന്? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഓർമ്മയിലേക്ക് കിട്ടും ഹൈപ്പർബോൾ എന്താണെന്ന്. ആരെല്ലാം ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞോ. നമ്മുടെ ബ്രേക്കിന് മുമ്പ് നമുക്ക് ഇതങ്ങ് തീർത്ത് പോവാം. യാ, കെൻ യു എക്സ്പ്ലെയിൻ വാട്ട്സ് ഹൈപ്പർബോൾ? രജിൽ? ആ, സിമ്പിൾ ആണ്, പറഞ്ഞോളൂ. അറിയാവോ? ഇല്ല, ഹൈപ്പർബോൾ ഒന്നുമില്ല. ഹൈപ്പർ അല്ലേ? ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂട്ടി പറയുന്നത് ഓർത്താൽ മതി. ഹൈപ്പർ ആയിട്ടങ്ങ് പറയുന്നതാണ്. ആൻഡ് യുവർ മൗത്ത് ഇസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ് ദാറ്റ്സ് ബീയിങ് വർക്ക്ഡ് ഓൺ. അവിടെ വലിയ ഒരു അവിടെ ഹൈപ്പർബോൾ മാത്രമല്ല, അവിടെ സിമിലിയും ഉണ്ട്. ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ് എന്ന് പറയുന്നിടത്ത് സിമിലിയും ഉണ്ട്, കൂടാതെ ഹൈപ്പർബോൾ ഉണ്ട്. ഹൈപ്പർബോൾ എന്ന് പറയുന്നത് എക്സാജറേഷൻ, ഓവർ എക്സാജറേഷൻ ആണ്. ഓക്കെ, വലുതാക്കി പറയുന്നതിനാണ് ഹൈപ്പർബോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ചെറുതാക്കി പറയുന്നതിനും ഹൈപ്പർബോൾ എന്നാണ് പറയാം. ഹൈപ്പർബോൾ. ഓക്കെ, ഇവിടെ എല്ലാം എക്സാജറേറ്റ് പറയുന്നതാണ്. സീരിയസ് ഓൾട്രേഷൻസ് ഇൻ യുവർ ലൈഫ് ലൈൻ അല്ലെ? കൈകളിലൂടെ ഞാനിങ്ങനെ വിരലോടിക്കുമ്പോൾ അത് ഇങ്ങനെ അതിന് ഓൾട്രേഷൻ സംഭവിക്കുന്നത്, അതൊക്കെ ഇതാണ്, ഹൈപ്പർബോൾ ആണ് കേട്ടോ. ഐറണി, ദാറ്റ് മാൻ ഹാസ് ഗോ കണ്ടിന്യൂലി ടു ദ ഡെന്റിസ്റ്റ് ടു കീപ് ഹിസ് ടീത്ത്. ഐറണി, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോസ്ട്രോഫി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്താണെന്നുള്ളത്. ഓഫ് ഫെയ്ത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, പെർസോണിഫൈ ചെയ്തുകൊണ്ട്, അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്നതാണ് അപ്പോസ്ട്രോഫി.
പെർസോണിഫിക്കേഷൻ തന്നെയാണ് അവിടെ ഓഫ് ഫെയ്ത്തിനെ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് കണ്ടുകൊണ്ട് പറയുന്നതിൽ പെർസോണിഫിക്കേഷൻ ഉണ്ട്. അത് നേരിട്ട് ഡയറക്റ്റ് ഒരു കോൺവെർസേഷനിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നതുകൊണ്ട് അങ്ങനെയും വന്നിരിക്കുന്നു. ഓക്കെ, നമ്മളെല്ലാ ചാപ്റ്റേഴ്സും എല്ലാ പോയവും കഴിഞ്ഞു, അതിലെ പോയറ്റിക് ഡിവൈസസ് എല്ലാം കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കാം കേട്ടോ. എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ടല്ലോ? ഒരു 10 minutes ബ്രേക്ക് പോയി ഇനി നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സ് അതിൻ്റെ സമ്മറീസ് നമുക്കൊന്ന് നോക്കാം. എന്താണ് കഥ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, ക്യാരക്ടേഴ്സിനൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കി പോകാം. ഓക്കെ, റെഡി? എല്ലാവരും റെഡി അല്ലേ? എല്ലാവരുടെയും മനസ്സിലേക്ക് കഥയും കഥാപാത്രങ്ങളും എല്ലാം ഒന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന് റിക്കോൾ ചെയ്തേ. ഫൈൻ, നമുക്ക് നോക്കാം. ഇതൊക്കെയാണല്ലോ നമ്മുടെ ചാപ്റ്റേഴ്സ് അല്ലേ? ദ 3 L's ഓഫ് എംപവർമെന്റ്, ക്രിസ്റ്റ്യൻ ലഗാരി, എനി വുമൻ, പോയം, ദെൻ മാച്ച് ബോക്സ്. മാച്ച് ബോക്സ് ആരാ എഴുതിയത്? യെസ്, ആശാപൂർണ ദേവി. ഒരഗല്ലു, അനെക്ഡോട്ട്, സുധാമൂർത്തി. Mending Wall, Robert Frost. Amigo Brothers, P.D. Thomas. The Hour of Truth, Percival Wilde. A Three-Wheeled Revolution. Then Didi, then Stammer. Then When a Sapling is Planted. Rise, Dangers of Drug Abuse. Post Early for Christmas. This is going to hurt just a little bit. Crime and Punishment. Right, the 16 chapters are there for you. Hope you all remember these names. Hope you all remember the writers. അല്ലേ, കഥയും കഥാസന്ദർഭങ്ങളും എല്ലാവർക്കും ഓർമ്മയിലുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് പെട്ടെന്നൊന്ന് ആ കഥയും കഥാപാത്രങ്ങളെ ഒന്നുകൂടെ പരിചയപ്പെടാം. The 3 L's of empowerment. Women's liberation and empowerment are fundamental in any country. We have had some success in our country, but we still have a long way to go. Here is a speech on the requisites of women empowerment, learning, labor, and leadership. Women are still unable to contribute to their full potential as a consequence of women being denied equal opportunities in some nations. Per capita income lags significantly. They account for half of the world's population, but just around half of its economic activity. അപ്പോൾ ദിസ് 3 L's ഓഫ് എംപവർമെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വളരെ പ്രധാനപ്പെട്ട കീ പോയിന്റ്സിൽ ചിലതൊക്കെയാണ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ലൈക്ക് ദിസ് അവരുടെ റോൾ ഇറ്റ്സ് ലിമിറ്റഡ് എന്നുള്ളതിന് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ലൈക്ക് ഹൗ ഇറ്റ് ലാക്സ് ദ പെർ ക്യാപിറ്റ ഇൻകം, അല്ലെ, സ്ത്രീകൾക്ക് തുല്യ വേതനം ലഭിക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകത്തെ അത് പിന്നോട്ടടിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഓക്കെ, ക്രിസ്റ്റ്യൻ ലഗാർഡിയുടെ സ്പീച്ചാണ്. ഓക്കെ, ഫൈൻ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു ഓൾ. എല്ലാവർക്കും ആ കഥയും കഥാപാത്രങ്ങളും സ്പീച്ചിൽ അവർ പറയുന്നിരിക്കുന്ന മെയിൻ പോയിന്റ്സ്: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ആ 3 കാര്യങ്ങൾ ഓർക്കുക. എംപവർമെന്റ്, വുമൻ എംപവർമെന്റിന്റെ 3 നാഴികക്കല്ലുകൾ എന്ന് നമുക്ക് പറയാം അല്ലെ? 3 milestones, 3 stepping stones. ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്, 3 L's എന്ന് പറയും. വാട്ട് ആർ ദ 3 L's? ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ഓർക്കുക. നിങ്ങളുടെ ചാപ്റ്റർ വുമൻ എംപവർമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദെൻ ഷഹീൻ മിസ്ട്രിയുടെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, എന്റർപ്രണർഷിപ്പ് എങ്ങനെ സ്ത്രീകളെ ശാക്തീകരിക്കും എന്നുള്ള കാര്യങ്ങൾ അതിൽ പറയാം. ഓക്കെ, ഫൈൻ. ആ കാര്യങ്ങൾ 2 ചാപ്റ്ററിൽ നിന്ന് ബേസ് ചെയ്ത് നിങ്ങളുടെ ഉത്തരം എഴുതുക. ഓക്കെ, then any woman poem. The poem Any Woman presents the all-embracing power of woman to hold a family together. ഇപ്പോൾ സ്ത്രീകളുടെ മാതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ദിസ് എംബ്രേസിങ് പവർ ഓഫ് എ വുമൺ ടു ഹോൾഡ് എ ഫാമിലി ടുഗദർ. കുടുംബം ഒന്നായി നിർത്തുന്ന ആ ഒരു ദറ്റ് നോട്ട് അല്ലെ, കൂട്ടിക്കെട്ടി നിർത്തുന്ന ദറ്റ് കീ സ്റ്റോൺ ആണ് വുമൺ. ഒരു എനി വുമൺ. ദിസ് കാതറിൻ Tennant's poem about the poet Catherine Tennant, 1859-1931, is an Irish-born writer known mainly for her novels and poetry. She has to her credit more than a score of novels and 7 books of verse. She usually wrote under the name Catherine Tennant Hinson. Her human sympathy is keen, tender, warm, and constant. ആ ഒരു ലൈൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. Her human sympathy is keen, tender, warm, and സിമ്പതി. സ്ത്രീകളുടെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയുന്നത് എനി വുമൻ, അവരുടെ സിമ്പതി, ഹെർ സിമ്പതി ഇസ് കീൻ, ടെൻഡർ, വാം ആൻഡ് കോൺസ്റ്റന്റ് എന്ന ഒരു പോയിന്റ് നമുക്ക്. ദെൻ തീം ഓഫ് ദ പോയം. ദ പോയം സെലിബ്രേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വുമൻ ഇൻ എ ഫാമിലി ആൻഡ് ഹൗ ദേ കീപ് ദ ഫാമിലി ടുഗദർ. ഇപ്പം കമ്പാരിസൺ വരികയാണെങ്കിൽ, എനി വുമണായിട്ടുള്ള കമ്പാരിസൺ വരികയാണെങ്കിൽ തീർച്ചയായും ആ പോയത്തിൽ മെറ്റഫർ ഉണ്ടായിരിക്കാം, അല്ലെ സിമിലി ആയിരിക്കാം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പറയുക ഈ പോയതിൽ സിമിലിയാണ്, മറ്റേതിൽ മെറ്റഫറാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന പോയിന്റ് നമുക്ക് പറയാം. എല്ലാം 2ലും മെറ്റഫർ ആണെങ്കിൽ ബോത്ത് ഓഫ് ദം. അവിടെ മെറ്റഫർ ഐഡന്റിഫൈ ചെയ്യുക. എനി വുമണിൽ പറഞ്ഞിരിക്കുന്ന മെറ്റഫേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ദെൻ തീം. ഇവിടെ തീം എന്താണ്? ദ പോയം സെലിബ്രേറ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് വുമൻ ഇൻ എ ഫാമിലി. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ടല്ലോ? ഓക്കെ, ഫൈൻ. മൂവിങ് ടു ദ നെക്സ്റ്റ്. മാച്ച് ബോക്സ്.
another beautiful, wonderful, okay. മനോഹരമായ ഒരു വരി നിങ്ങൾ ഓർക്കണം, 100 ലങ്കാസ് അല്ലേ, ഒരു സ്ത്രീക്ക് 100 ലങ്കകളെ എരിച്ചു കളയാനുള്ള ശക്തി ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഓർമ്മയിൽ വരുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ദെൻ വുമൻ more often than not are taken for granted. Matchbox brings to the forefront the spark within women that they control, which could otherwise set the world on fire. Okay, സ്ത്രീകളെ ഒരു മാച്ച് ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, പുരുഷന്മാർ അവരുടെ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്നത് എന്ന ഒക്കെ നമ്മുടെ ആശാപൂർണാദേവി പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു എന്ന് കരുതുന്നു. ആ കഥാപരിസരം, സാഹചര്യങ്ങൾ, സാരി ഓൺ ഫയർ അല്ലേ, എല്ലാം അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ അല്ലേ കഥ അല്ലേ. ഓക്കെ, ഫൈൻ. നമിത ആൻഡ് അജിത് സെൻട്രൽ ക്യാരക്ടേഴ്സ്. നമിതയുടെയും അജിത്തിൻ്റെയും ക്യാരക്ടർ ഡിഫറൻസ്, ക്യാരക്ടർ കോൺട്രാസ്റ്റ്, കമ്പാരിസൺ. ഓക്കെ, ഏത് തരത്തിലുള്ള ഒരു ഭർത്താവായിരുന്നു, അല്ലെങ്കിൽ എന്തിനെയാണ് പെട്രിയാർക്കി അല്ലേ, പെട്രിയാർക്കി എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഓർക്കുക. അജിത്തിനെ കുറിച്ച് പറയുമ്പോൾ ദിസ് പെട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു സിമ്പലാണ് അജിത്ത് അല്ലെ. ഹി തിങ്സ് ദാറ്റ് ദർ ഇസ് നത്തിങ് റോങ് ഇൻ റീഡിങ് ഹിസ് വൈഫ്സ് അല്ലേ. എല്ലാ പുരുഷന്മാരും, നമ്മുടെ സമൂഹത്തിലുള്ള പെട്രിയാർക്കിക്കൽ സൊസൈറ്റിയിലുള്ള എല്ലാ പുരുഷന്മാരും കരുതുന്നത് തൻ്റെ ഭാര്യയ്ക്ക് വരുന്ന എഴുത്തുകൾ, അവരുടെ പേഴ്സണൽ ലെറ്റേഴ്സ്, അവരുടെ പേഴ്സണൽ ഡയറി, ഇതെല്ലാം തൻ്റെ കൂടെയാണ്, തനിക്ക് അത് എപ്പോഴും വായിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. സോ റിമെമ്പർ ദോസ് 6. അദ്ദേഹം ആ ഒരു സമൂഹത്തിൻ്റെ ഒരു സിമ്പിളാണ്. ഓക്കെ, ഫോളോയിങ് ഹർ Sunday morning routine, Nomida is handing over the dirty clothes to the washerman when she finds a crumpled letter in her husband's pocket. എല്ലാം ആരംഭിക്കുന്ന ഇവിടെ നിന്നാണ്. അമ്മയുടെ കത്ത് അവൾക്ക് ലഭിച്ചില്ല, തുറന്നു വായിച്ചിട്ടേ കിട്ടുള്ളൂ എന്നതും കുഴപ്പമില്ല, പക്ഷേ on that particular day she didn't get it at all. Okay, അത് വളരെ പരുഷമായിട്ടാണ് പറയുന്നത് അല്ലേ. എന്താണ് അത് വായിച്ചിട്ട് കാര്യം, അതിൽ ഉള്ളത് കുറച്ച് പൈസ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ തരുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്ന് പറയുന്ന കാര്യമുണ്ട് അല്ലേ. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. Fine. This upon inspecting she discovers that the letter was received 3 days ago. Okay, 3 ദിവസം മുമ്പ് കിട്ടിയിട്ടും തന്നില്ല എന്ന് പറയുന്നിടത്താണ് ഈ ഇഷ്യൂസ് എല്ലാം ആരംഭിക്കുന്നത്. പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരികയും അവർ തൻ്റെ സാരി തന്നെ കത്തിക്കുകയും ചെയ്യുന്നതാണ് കഥ അല്ലേ. സോ കമ്പാരിസൺ ഓഫ് ദിസ് 2 ക്യാരക്ടേഴ്സ്, നൊമിതയുടെയും ദെൻ ഹൊറഗല്ലുവിലെ കഥാപാത്രം ഉണ്ടല്ലേ, അവരുടെ കമ്പാരിസൺ ചോദിക്കാവുന്നതാണ്. ഫൈൻ. നെക്സ്റ്റ്, ബ്ലർബ് റൈറ്റിംഗ്. ഓക്കെ, ബ്ലർബ് റൈറ്റിംഗ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ബ്ലർബ് ഇസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ബുക്ക് ഓൺ ഇറ്റ്സ് ബാക്ക് കവർ. ബ്ലർബ് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്താണ് ബ്ലർബ് എന്ന് പറയുന്നത്? ഒരു ബ്ലർബ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണത്? നമ്മുടെ പുസ്തകങ്ങളുടെ ബാക്കിൽ ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു റിവ്യൂ പോലെ പുസ്തകത്തെക്കുറിച്ച് ഓഡിയൻസിലേക്ക് എത്തിക്കുവാൻ വേണ്ടി എഴുതുന്ന കാര്യമാണ് ബ്ലർബ്. ബ്ലർബ് ഇസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ബുക്ക് ഓൺ ഇറ്റ്സ് ബാക്ക് കവർ. ഇറ്റ്സ് ബ്രീഫ് സമ്മറി ഓഫ് ദ ബുക്ക് ഡിസൈൻ ഫോർ മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ഓർക്കുക. ബ്ലർബ് എഴുതാനായിട്ടാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ ഈ കാര്യങ്ങളാണ് അതിൽ വേണ്ടത്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി യൂണിഫോം പാറ്റേൺ. ലുക്ക് അറ്റ് ദ സാമ്പിൾ ബ്ലർബ്. ഓക്കെ, നൗ പ്രിപ്പയർ ബ്ലർബ് ഓഫ് പ്രഥം Parishruti, making use of hints given on page 25. So this is also there in the text. Okay, Pratham Parishruti is a novel about an uncommon woman. This is blurb writing. അപ്പോൾ blurb writing എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിൻ്റെ ഫോമാറ്റ് എത്രയേ ഉള്ളൂ. ഇറ്റ്സ് സിമ്പിൾ. യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ യുവർ വേർഡ്സ്, ബട്ട് ദ പർട്ടിക്കുലർ അതിൻ്റെ ഒരു റിവ്യൂ പോലെയാണ്, അത് ഓഡിയൻസിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലർബ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. ഓക്കെ, സെൻട്രൽ ക്യാരക്ടറിലെ കുറിച്ചുള്ളൊരു ഹിൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ക്ലൈമാക്സ് എന്താണ്, അതിലെ സംഭവങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ബ്ലർബ് എഴുതേണ്ടത്. ഓക്കെ, ഫൈൻ. സോ ഹിയർ ഇസ് ബ്ലർബ്. ദെൻ തിങ്ക് ആൻഡ് സ്കെച്ച് ക്യാരക്ടർ ഓഫ് നോമിത. യു മേ അനലൈസ് ദ സെന്റൻസസ് ഗിവൺ ബിലോ. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച്, നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്. Okay, here is it. This Nomida, flaming with anger, picks a matchbox and lights a stick and puts it on her sari, which instantly catch fire. പെട്ടെന്നുണ്ടായ ഒരു പ്രവൃത്തി, അതിനെക്കുറിച്ച് അവരുടെ ക്യാരക്ടർ സ്കെച്ചിൽ നമുക്ക് മെൻഷൻ ചെയ്യാവുന്ന കാര്യമാണ്. Nomida can be very sarcastic and can make faces effectively. She can easily tell lies as she calmly says her sari got burned as she was taking down a hot pot from the stove. അല്ലേ, അവർക്ക് പെട്ടെന്ന് കഥകൾ സൃഷ്ടിക്കാൻ, ഷീ സ്പോണ്ടേനിയസ് ഇൻ മേക്കിംഗ് സ്റ്റോറീസ് എന്നൊക്കെ നമുക്ക് പറയാം അവരുടെ ക്യാരക്ടറെ കുറിച്ച് പറയുമ്പോൾ. ആൻഡ് കാര്യങ്ങൾ വളരെ ലൈറ്റായിട്ട് കൈകാര്യം ചെയ്യാനും അവർക്ക് സാധിക്കും. അതേസമയം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതവും ഉണ്ട് അല്ലേ. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും സ്ത്രീകൾ പലപ്പോഴും അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. മേ ബി ബിക്കോസ് ഓഫ് സം സോർട്ട് ഓഫ് എന്താ ഒരു താല്പര്യം, ഒരു
ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള ബിഹേവിയർ ഇറ്റ്സ് കോമൺ. Fine. Then Horagalu, another important chapter, very simple and it meaningful and thoughtful, thought-provoking anecdote. Anecdote എന്ന് പറഞ്ഞാൽ അനുഭവകഥ എന്നാണ് അർത്ഥം. Anecdote ആണ് Horagalu. There was a large banyan tree in the author's village where she spent many hours playing. It provided great shade and many travelers who would rest under it. There was a Horagalu under the tree. The author's grandfather, a retired school teacher, would sit under it talking to those resting there. The majority of them were villagers enjoying a break from work in the neighboring fields. Their topic of discussion would be their daily lives and concerns. Grandfather could only listen, yet simply talking to him seemed to re-energize them for the road ahead. അപ്പോൾ ഹൊറഗലുമായിട്ട് ബേസ് ചെയ്ത് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ. ദിസ് ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ് ഹൊറഗലുവിൽ പറയുന്നത് അല്ലേ, നല്ല കേൾവിക്കാരനാകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. വൈ ഡസ് ഷീ വാണ്ട് മോർ ഹൊറഗല്ലൂസ്? എന്തുകൊണ്ടാണ് എഴുത്തുകാരി കൂടുതൽ ഹൊറഗല്ലൂസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്? നല്ല ലിസണേഴ്സ് നമുക്ക് ഇല്ല നമ്മുടെ ഈ ആധുനിക ലോകത്തിൽ അല്ലേ. കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ, ഈ പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ, ഗുഡ്. Then Mending Wall, beautiful poem. Mending Wall is one of the finest poems written by American poet Robert Frost. It was published in collection North of Boston in 1914. The complex multidimensionality of the poem questions the necessity of borders in today's world and our lives, which make it so hard to live the way one should naturally live. There are 45 lines in the poem without any rhyming scheme. Mending Wall ഒരു പക്ഷേ നമുക്ക് അനാലിസിന് തരുന്ന ഇതാണെങ്കിൽ മെൻഡിങ് വോളുമായിട്ട് കമ്പയർ ചെയ്യാനാണ് തരുന്നതെങ്കിൽ തീർച്ചയായും ഈ തന്നിരിക്കുന്ന പാരഗ്രാഫ് നിങ്ങൾക്ക് അതിൽ ഉപയോഗിക്കാം. ഇറ്റ് വിൽ ഗിവ് യു മാർക്സ്. ഓക്കെ, തീർച്ചയായും വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ രസകരമായിട്ട് അതിൻ്റെ പരിസരം വ്യക്തമാക്കുന്നൊരു പാരഗ്രാഫാണ് ആദ്യത്തേത്. ഇറ്റ് ബിഗിൻസ് വിത്ത് എ ഫേമസ് ലൈൻ, സംതിങ് ദെയർ ഇസ് ദാറ്റ് ഡസൻ ലവ് എ വോൾ. ഓക്കെ, വളരെ രസകരമായ ഒരു വരിയാണത്. സംതിങ് ദെയർ ഇസ് ദാറ്റ് ഡസൻ ലവ് എ വോൾ. ഓക്കെ, ഒരു ഭിത്തിയെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്നുണ്ട്, അതുകൊണ്ടാണ് അത് തകർന്നു വീഴുന്നത് എന്നാണ് കവി ഭാവന. That mystery of nature is captured here, which is beyond the conception of human being. The poet says that human being may build walls, but there is something that doesn't love this, so the ground beneath the wall starts swelling from inside, causing it fall apart. Okay, clear അല്ലേ? Any doubts? പോയത്തെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുവാനുണ്ടോ, സംശയങ്ങളുണ്ടോ? Okay, fine. Amigo brothers, P.D. Thomas, the brotherhood of two best friends struck when they have to fight a boxing match against each other. Only one man can win the match. Who will it be? Okay. അതാണ് ആ കഥയുടെ സെൻട്രൽ തീം അല്ലേ. രണ്ട് സുഹൃത്തുക്കളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഫൈറ്റ്, അതാണ് ആ കഥയുടെ ക്ലൈമാക്സിലേക്ക് ലീഡ് ചെയ്യുന്നത്. അവർ ദേ ഫൗട്ട് അല്ലേ, ലൈക്ക് എനിത്തിങ്, മറ്റൊരാളെ കൊല്ലുവാനുള്ള വാശിയോടുകൂടി മത്സരം തീരുന്നില്ല എന്ന് കാണുന്ന ഒരു രംഗത്തിലാണ്, അവരെ പിടിച്ചു മാറ്റാനായിട്ട് റഫറിമാർക്ക് കഴിയാതെ നിൽക്കുന്ന രംഗത്താണ് ഫൈനൽ വിസിൽ ബ്ലോസ്. അവർ രണ്ടുപേരും സുഹൃത്തുക്കളെ പോലെ കെട്ടിപ്പിടിച്ച്, സഹോദരന്മാരെ പോലെ കെട്ടിപ്പിടിച്ച് ആ റിങ്ങിൽ നിന്ന് ആരാണ് ജയിച്ചതെന്ന് നോക്കാതെ ഇറങ്ങിപ്പോകുന്നിടത്ത് അവസാനിക്കുന്ന കഥ. ദ ചാമ്പ്യൻ. ദ ഫൈറ്റ് വാസ് സപ്പോസ് ടു ഹാപ്പൻ ഇൻ ടോംകിൻസ് സ്ക്വയർ പാർക്ക്. പ്ലേസ് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് അതിൻ്റെ ചോദിക്കുക യൂഷ്വലി ഒരു ലൈവ് റിപ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു മാഗസിനിലേക്കുള്ള റിപ്പോർട്ടിങ്ങോ, അങ്ങനെയുള്ള റിപ്പോർട്ടിംഗ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് ആ പ്ലേസ് ഓർത്തിരിക്കുന്നത് ടോംകിൻസ് സ്ക്വയർ പാർക്ക്. Tompkins Square was a bustle of activity the morning of the fight. The crowd erupted in applause as the two entered the ring. Both Antonio and Felix graciously bowed before raising their arms in acknowledgement. Round 1 and 2 both. Felix and Antonio fought vigorously. The scores were even until the third round, and this last round would decide the winners. Amigo Brothers is a short story written by P.D. Thomas. The main characters are Antonio Cruz and Felix Vargas, who are 17 years old. Even though they are friends, they consider themselves as brothers. That's why the author refers to them as Amigo Brothers. They are born and brought up on the Lower East Side of Manhattan. Both are boxers who want to become a lightweight champion of the world. Antonio is fair in complexion, this color, lean and lanky.
On the other hand, Felix is Afro-American who is short in size, dark in complexion, and has an Afro hairstyle. Since both are very passionate in boxing, they work out at the boys' club in the gym and run every day along the East River Drive. Also, both of them have a collection of fight magazine scrapbook which contain torn tickets and ക്ലിപ്പിങ്സ്. അപ്പോൾ ഇത് ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. ഈ ചാപ്റ്ററിൽ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കാം ചോദിക്കുക, അല്ലെങ്കിൽ ലൈവ് ഡിസ്ക്രിപ്ഷൻസ് ആയിരിക്കാം ചോദിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതലായിട്ട് അവരെക്കുറിച്ച്, അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങളുടെ ഉത്തരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുവാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ. Next, the Hour of Truth, the play The Hour of Truth, Percival Wilds has entirely personified money as most powerful through the story of a small family where the protagonist Robert Baldwin, Robert Baldwin na peru orthirikka, is then personified money in the point. Alle, yes, any doubts? Please raising your hand. Yeah, Arjun, what's your doubt? Pardon. ലൈവ് ടി വി റിപ്പോർട്ടിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. അതിന് മുമ്പ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദിസ് പ്രസന്റ് ടെൻസിൽ ലൈവ് ടി വി റിപ്പോർട്ട് ആകുമ്പോൾ അത് പ്രസന്റ് ടെൻസിൽ പരമാവധി എഴുതാൻ ശ്രമിക്കുക. അവിടെ നടക്കുന്ന കാര്യങ്ങൾ പരമാവധി പ്രസന്റ് ടെൻസിൽ എഴുതാൻ ശ്രമിക്കുക. പിന്നെ മുൻപുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാനാണെങ്കിൽ നമുക്ക് പാസ്റ്റ് ഉപയോഗിക്കാം. അതർവൈസ് യൂസ് പ്രസന്റ് ടെൻസ് ഒന്ന്. പിന്നീട് നമ്മളത് കണ്ടുകൊണ്ട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ വിവരിക്കുന്ന രീതിയിൽ ഒരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് പറയുന്ന രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കാം. ദാറ്റ്സ് എ മെയിൻ പോയിന്റ് അബൌട്ട് ലൈവ് ടി വി റിപ്പോർട്ട്. ഓക്കെ, ഫൈൻ, ക്ലിയർ അല്ലേ? ലൈവ് ടി വി റിപ്പോർട്ട്. ഓക്കെ, ഹെഡിങ് കൊടുക്കാം, നിങ്ങൾക്ക് ഒരു ഹെഡിങ് കൊടുക്കാം. ഓക്കെ, ഫൈൻ. അതേസമയം ദിസ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിംഗ് ആണെങ്കിൽ അത് മാറും. നമ്മൾ ഒരു പാസീവ് ഫോമിലാണ് കൂടുതലും എഴുതുക. ഓക്കെ, ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ അതിന് ഈ ലൈവ് റിപ്പോർട്ടിങ്ങിന്റെ രീതിയല്ല, പാസീവ് ഫോമിലാണ് നമ്മൾ കൂടുതൽ എഴുതുക. അത് കൂടുതൽ നമ്മൾ പാസ്റ്റിലേക്കായിരിക്കും എഴുതുക. ഓക്കെ, പാസീവ് ഫോമിൽ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ. നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം കേട്ടോ. ഇറ്റ്സ് ദേർ. ഓക്കെ, ഫൈൻ. മൂവിങ് ടു ദ നെക്സ്റ്റ്. ത്രീ വീൽഡ് റവല്യൂഷനിലേക്ക് വരുമ്പോൾ ഇർഫാൻ ആലം പേരോർത്തിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ എന്റർപ്രണർഷിപ്പ് പോയിന്റ്സ് അദ്ദേഹം മെൻഷൻ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ എന്റർപ്രണർഷിപ്പ് ക്വാളിറ്റി, ഓക്കെ, സംരംഭകത്വം, സംരംഭകന്റെ ഗുണങ്ങളൊക്കെ എന്താണ് എന്നത് അദ്ദേഹത്തിന്റെ കഥയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് ദ സാമാൻ ഫൗണ്ടേഷൻ, എ ബീഹാർ ബേസ്ഡ് ഓർഗനൈസേഷൻ that promotes the rickshaw pulling industry. Under his leadership, Saman has incorporated innovations to boost operator revenue such as advertising and music, newspaper, first aid, water and juice for passengers. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. സാമാൻ എന്ന് പറയുന്ന പ്രസ്ഥാനം അത് അതിന്റെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. Then moving to ദീദി. ദീദി എന്ന ഷഹീൻ മിസ്ട്രിയാണ്. ഷഹീൻ മിസ്ട്രി ആരാണ് ദീദി എന്ന് വിളിച്ചത്, എങ്ങനെയാണ് അവർ ദീദി ആയത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും അല്ലേ? ഷീ ലെഫ്റ്റ് ഹെർ ലൈഫ് ഇൻ ഇംഗ്ലണ്ട് അല്ലെ, ഇംഗ്ലണ്ടിൽ നിന്നാണ് അവർ വരുന്നത് അവിടെ. ആൻഡ് സ്പെൻഡ് ഹെർ ലൈഫ് ഇൻ ദ സ്ലംസ് ഓഫ് ഇന്ത്യ. ഓക്കെ, വിത്ത് ദ വുമൻ ഓഫ് സ്ലംസ് ഓഫ് ഇന്ത്യ. ഓക്കെ, അവർക്ക് ആ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അവർക്ക് നേരിടുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ അവരുടെ ആകാംക്ഷ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ചും അവർ നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ചും അല്ലെ ഒക്കെ അതിൽ പറയുന്നുണ്ട്. ദ നോഷൻ ബിഹൈൻഡ് ആകാംക്ഷ വാസ് സിമ്പിൾ. ഇന്ത്യ ഹാഡ് പീപ്പിൾ ഹു കുഡ് ടീച്ച്, spaces that could be used as classrooms and funding to education all the children. Okay, ഇന്ത്യക്ക് ഇവിടെ അധ്യാപകരുടെ ധാരാളിത്തമുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആൻഡ് വാട്ട് എൽസ്, ഫണ്ടിങ്, ആവശ്യത്തിലേറെ ധനവുമുണ്ട് ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും പഠനം ലഭ്യമാക്കുവാനുള്ളത്. പക്ഷേ അത് സംഭവിക്കുന്നില്ല. അതിനൊരു മാറ്റം കൊണ്ടുവരുവാനാണ് ആകാംക്ഷയുടെ ശ്രമം അല്ലേ? അവർ അതിനുവേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരുടെയും മനസ്സിലേക്ക് ആ കഥയും കോൺവെർസേഷൻസും എല്ലാം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ദെൻ സ്റ്റാമർ, ശമനം ചാക്കോ അല്ലേ? ആരാണ് സ്റ്റാമർ എഴുതിയത്? സച്ചിദാനന്ദൻ, ശരിയല്ലേ? Yes, Stammer by Sachidanandan. The poem Stammer was originally written in Malayalam by K. Sachidanandan with the title Vikku എന്ന പേരിൽ എഴുതിയ കവിതയാണ് Stammer. Okay, and was translated by the poet himself into English. The poem appreciates Stammer as also enlightens its importance in the world and human history. Stammer എന്ന് പറയുന്നത് ഒരു ഭാഷയാണെന്ന് പറഞ്ഞു വെക്കുന്ന കവിതയാണ് അല്ലേ? ഒരു വിക്ക് എന്ന് പറയുന്നത് ഒരു തടസ്സമല്ല, മറിച്ച് അത് തന്നെ ഒരു ഭാഷയാണ്.
നിർത്തി നിർത്തി ഉള്ള സംസാരം, നിർത്തലിന് ഒരു അർത്ഥമുണ്ട്. ദർ ഇസ് എ മീനിങ് ഫോർ ദാറ്റ് സൈലൻസ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അതാണ് സ്റ്റാമർ എന്ന് പറയുന്ന കവിത നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ആശയം. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ആ കവിതയെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുവാനുണ്ടോ? According to the poet, stammer is not a defect but a language itself, because it's the imperfection that makes human unique and distinguishable. Okay, imperfection makes human unique എന്ന മനോഹരമായ ഒരു ആശയമാണ് കവി വയ്ക്കുന്നത്. Okay, similarly, it is the way we stammer which makes a language rich in words and meaning. അല്ലെ, നമ്മൾ വിൽക്കുന്ന, നമ്മളുടെ ഇടയ്ക്ക് വരുത്തുന്ന നിർത്തലുകളിലാണ് നമ്മുടെ ഭാഷയ്ക്ക് അർത്ഥം ലഭിക്കുന്നത്. അല്ലെ, the intonations, the way we talk, the tone, the rise, fall and the stops. ഓക്കെ, അങ്ങനെയാണ്. നമ്മൾ വെറുതെ അങ്ങ് പറഞ്ഞു പോയിക്കൊണ്ടിരുന്നാൽ അതിന് അർത്ഥമില്ല, അതിനിടയിൽ ഒരു നിർത്തൽ വേണം. അർത്ഥവത്തായ നിർത്തുണ്ടെങ്കിൽ മാത്രമേ അർത്ഥമുണ്ടാവുകയുള്ളൂ. അല്ലേ? ശരിയല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? The poem has been divided into 6 stanza with variable lines. There is no particular rhyme scheme in the poem. The word stammer has been repeated several times in the poem. Fine. When a sapling is planted, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 𝗓𝗓𝗪𝗧യുടെ the Nobel Prize acceptance speech ആണ്. When a sapling is planted, promotes a compassionate and reverent love for nature. പ്രകൃതിയോടുള്ളൊരു സ്നേഹം, പ്രകൃതിയോടുള്ള ഒരു കരുതൽ. This conservation of nature related ആയിട്ടുള്ള any questions like higher order questions, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് അതിന് ഈ ചാപ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ഡെമോക്രസിയും എങ്ങനെയാണ് പ്രകൃതി സ്നേഹവും അല്ലെ പ്രകൃതിയോടുള്ള കരുതലും ഡെമോക്രസിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഈ ചാപ്റ്ററിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. ഓർമ്മയിലേക്ക് വരുന്നുണ്ടാവും അല്ലേ? ഓക്കെ, ദിസ് ഡെമോക്രസി ഹാസ് എ റോൾ ഇൻ ദിസ് ഇൻ പ്രൊട്ടക്ടിങ് നേച്ചർ. അതെന്താണ് എന്നുള്ളത് അവർ പറയുന്നുണ്ട് അല്ലേ? Then 𝗓𝗓𝗪𝗧, while receiving the award, acknowledged the audience and accepts it on behalf of the people of Kenya and Africa. She encourages women to speak up against the injustice. The Green Belt movement, the Green Belt movement. Okay, although the Green Belt movement's tree planting initiatives did not initially address concerns of democracy and peace, it quickly became evident that component environmental governance could not exist without democratic space. അല്ലെ, ഒരു ഡെമോക്രാറ്റിക് സ്പേസ് ഇല്ലാതെ ഈ കൺസേൺസിന് ഒരു സ്ഥാനം ഉണ്ടാവുകയില്ല. മൊണാർക്കിയിൽ അല്ലെങ്കിൽ ഏകാധിപത്യത്തിൽ, അങ്ങനെയുള്ള സിസ്റ്റത്തിൽ ഒരു എൻവയോൺമെന്റൽ കൺസേൺസ് ഉണ്ടാകില്ല. ദിസ് ഡെമോക്രസി പീപ്പിൾ, സാധാരണ ജനങ്ങൾക്കൊരു ശബ്ദമുള്ളിടത്ത്, അങ്ങനെ ഒരു സ്പേസിൽ മാത്രമാണ് പ്രകൃതിയോടൊരു കൺസേൺ ഉണ്ടാവുകയുള്ളൂ. Citizens came together to protest widespread power abuse, corruption and environmental degradation. The tree also became a symbol of peace and conflict resolution. അല്ലേ, അവിടെ മരം ഒരു the symbol of peace, സമാധാനത്തിൻ്റെ ഒരു ബിംബമായിട്ട് അവിടെ മാറുന്നുണ്ട്. ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, അത് ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിലേക്ക് കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഒപ്പം തന്നെ ഹയർ ഓർഡർ ലെവലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ദിസ് US പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പുതിയ നിലപാടുകൾ ഒക്കെ മാറ്റം വരുന്നത് അല്ലേ, എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ടാവും അല്ലേ. അദ്ദേഹത്തിനുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ട്. അദ്ദേഹം ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരുത്തിയിരുന്ന മാറ്റങ്ങളെല്ലാം വേണ്ട എന്ന് വയ്ക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ച് എൻവയോൺമെന്റിലെ എങ്ങനെ അത് ബാധിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഹയർ ഓർഡർ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഫൈൻ. നെക്സ്റ്റ് ഇസ് റൈസ്, ബ്യൂട്ടിഫുൾ പോയം. വളരെ രസകരമായ സറ്റയറാണ് അല്ലേ, ഒരു ആക്ഷേപഹാസ്യമാണ്. നിലവിലുള്ള വ്യവസ്ഥയെയും നമ്മുടെ സമൂഹത്തിലെ പണത്തോടുള്ള അത്യാർത്തിയെയും ആർത്തിയെയും ഒക്കെ ഒന്ന് അവഹേളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അവഹേളിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ചെറുതായിട്ടൊന്ന് പരിഹസിച്ചുകൊണ്ട് അല്ലേ, ആരെയും വേദനിപ്പിക്കാതെ, തന്നെ മുറിവേൽപ്പിക്കാതെ, അപഹസിക്കാതെ, എന്നാൽ ഒന്ന് പരിഹസിച്ചുകൊണ്ട്, എല്ലാവർക്കും ആരെ പരിഹസിക്കുന്നു അവർക്കും ചുണ്ടിലൊരു ചിരിയോടുകൂടി വായിക്കാൻ പറ്റുന്ന ദാറ്റ്സ് എ സറ്റയർ അല്ലേ. ആരെ കളിയാക്കുന്നു അവർക്കും അത് ആസ്വദിക്കാൻ സാധിക്കുമ്പോഴാണ് അത് സറ്റയർ ആകുന്നത്. ഓക്കെ, ദിസ് composed by Chemmanam Chakko and translated by Professor K. Ayyappa Panikar, Rise is a trip down memory lane of narrator's native village. അപ്പോൾ 2 ഭാഗമായിട്ടാണ്. ആദ്യത്തെ ഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ യാത്രയാണ്. അദ്ദേഹം ട്രെയിനിനോട് പറയുകയാണ്, ഒന്ന് പെട്ടെന്ന് എത്തിക്കൂ എന്നെ. എന്തിനാണ്? വീട്ടിൽ ചെന്ന് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരിയാഹാരം കഴിക്കാൻ വേണ്ടി. വീട്ടിലെത്തുമ്പോൾ എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു അല്ലേ. അനിയൻ റേഷൻ വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. എന്താണ്? ഗോതമ്പ്. അതാണ് ദാറ്റ്സ് എ സറ്റയർ.
അച്ഛൻ വളരെ സന്തോഷത്തോടെ നിൽപ്പുണ്ട്, കൂടുതൽ പണം കിട്ടുന്നുണ്ട് എന്ന സന്തോഷത്തോടു കൂടി നിൽക്കുന്ന അച്ഛനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളും ആൻഡ് ചീഫ് മിനിസ്റ്ററോട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യവും ഒക്കെയാണ് ആ സറ്റയർ. Okay, fine. Hope it's clear. Hope you all remember it. The narrator is eager to return his village after spending 4 years in North India studying the usual diet. There was chapatis, and he terribly misses the Atigra variety of rice. Okay, fine. Hope you all remember the story. Then dangers of drug abuse. Essay. Yes, another very important chapter. Of course, നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാറിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും ഹയർ ഓർഡർ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ്. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ രസകരമായിട്ട് തന്നെ അതിൻ്റെ ഇഷ്യൂസിനെ കുറിച്ച് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് എന്താണ് ഡ്രഗ് അബ്യൂസ്, ഡ്രഗ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ശാസ്ത്രീയമായി പറഞ്ഞു തരുന്നൊരു ചാപ്റ്ററാണ്. ഡ്രഗ്സ് ആർ വെരി ഗുഡ്, വെരി യൂസ്ഫുൾ, ബട്ട് ഇറ്റ് ഈസ് അബ്യൂസ്ഡ് ഇറ്റ് വിൽ ഡിസ്ട്രോയ് അസ്. അല്ലേ, നമ്മുടെ രോഗത്തിനെ ശാന്തി നൽകുന്നതിനെ നമ്മൾ ഡ്രഗ് എന്നും, അത് എന്താണ് ഫോർ പ്ലഷർ വെൻ വി ടേക്ക് ഇറ്റ്സ് ഡ്രഗ് അബ്യൂസ്. അതാണ് എസ്സേയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, വിത്ത് ദ title being self-explanatory, the chapter talks about the advantage or advancement of science and drugs, and how, although a boon to mankind, if not used with care, drugs can be devastating and fatal. Okay, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏതൊരു മരുന്നാണെങ്കിലും അല്ലേ, പ്രിസ്ക്രിപ്ഷൻ ഡോക്ടേഴ്സ് കൺസേൺ ഇല്ലാതെ നമ്മൾ കഴിക്കുന്ന ഏതൊരു മരുന്നും ഇറ്റ്സ് ഡ്രഗ് അബ്യൂസ് ആണ് എന്നുള്ള ഒരു ബോധ്യവും കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കണ്ടത്. നമ്മൾ മരുന്ന് കഴിക്കുന്നത് അത് ഏത് ശാരീരിക അവസ്ഥ, തലവേദനയ്ക്ക് വേണ്ടി ഒരു മരുന്ന് കഴിക്കുന്നത് പോലും ഒരു ഡ്രഗ് അബ്യൂസ് ആയിട്ട് തന്നെ നമ്മൾ കാണണം എന്ന ഒരു പോയിന്റാണ് നമ്മൾ മുന്നിലേക്ക് വെക്കുന്നത്. Drugs have been developed to prevent and cure physical ailment, ശാരീരിക അവസ്ഥകളെ, എയിൽമെന്റ് പ്രശ്നങ്ങളെ, എയിൽമെന്റ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡ്രഗ്സ് ഡെവലപ്പ് ചെയ്തത്, കണ്ടുപിടിച്ചിരിക്കുന്നത്. as well as to reverse the symptoms of various mental illness. ശാരീരികവും മാനസികവുമായ എയിൽമെന്റ്സിനെ, അപഭ്രംശങ്ങളെ ഒക്കെ തിരുത്തുവാൻ വേണ്ടിയാണ്, ശരിയാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രഗ്സ് ഉപയോഗിക്കേണ്ടത്. പീപ്പിൾ ബിലീവ് ദാറ്റ് എനി സിക്നസ് ഇൻഫെക്ഷ്യസ് ഓർ ഫിസിക് മേ ബി ഹീൽഡ് ബൈ ടേക്കിംഗ് എ പിൽ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റായ ഒരു ധാരണ. ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ തലവേദന ഉൾപ്പെടെയുള്ള ഏത് ശാരീരികമായ വേദനയോ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളെയോ നമുക്ക് റിവേർട്ട് ചെയ്യാനും അതിനെ ഇല്ലാതാക്കാനും പറ്റും എന്ന ഒരു തെറ്റായ ധാരണയാണ് നമുക്കുള്ളത്. പക്ഷേ വാട്ട്സ് ഹാപ്പനിങ്, ദ ഡ്രഗ്സ് ആർ ജസ്റ്റ് നമ്മുടെ ബ്രെയിനിനെ ഒന്ന് സെഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബ്രെയിനിൽ ആ സിഗ്നൽ എത്തിക്കാതിരിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഡ്രഗ്സ് ചെയ്യുന്നത്. ഒരു തലവേദനയുടെ മരുന്നിനും അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അല്ലേ. പീപ്പിൾ ബിലീവ് ദാറ്റ് എനി സിക്നസ് ഇൻഫെക്ഷ്യസ് ഓർ ഫിസിക് ഓർ psychic may be healed by taking a pill. Doctors prescribe. It's unsurprising that drug misuse has spread in such an environment. Okay, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് ഒരു അൺസർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. People who rely on drugs to solve their issues loses their ability to deal with life's challenges through tenacity, self-discipline and mental effort. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നിങ്ങളത് പ്രത്യേകം ഓർത്തിരിക്കുക. പീപ്പിൾ ഹു റിലേ ഓൺ ഡ്രഗ്സ് ടു സോൾവ് ദെയർ ഇഷ്യൂസ് ലോസ് ദ എബിലിറ്റി ടു ഡീൽ വിത്ത് ലൈഫ്സ് ചലഞ്ചസ്. ദ ഓർഡീൽസ്, ലൈഫ് ചലഞ്ചസ്, ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നേരിടുവാനായിട്ടുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു തലവേദനയ്ക്ക് നമ്മളൊരു പില്ല് കഴിക്കുമ്പോഴും നിങ്ങളത് ശ്രദ്ധിക്കുക. നമുക്ക് അതിനെ ഇറ്റ്സ് നോട്ട് ട്രീറ്റിംഗ് ദറ്റ് ഇഷ്യൂ, ആ ഇഷ്യൂവിനെ അല്ല അഡ്രസ്സ് ചെയ്യുന്നത്, മറിച്ച് അത് അവിടെ എത്താതെ ആ വേദന ഉണ്ടെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകാതിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. സോ വി ക്യാൻ ഓവർകം ദാറ്റ് വിത്ത് അവർ നമ്മുടെ വിൽ പവർ കൊണ്ട് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ചാപ്റ്റർ നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ദിസ് ലാസ്റ്റ് പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് നിങ്ങളുടെ ഉത്തരത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഫൈൻ. മൂവിങ്. Post Early for Christmas One Act Play. Post Early for Christmas is one act play by 𝗓𝗓, busy and chaotic post office, all in a rush to get their work done, and enters an anxious tourist with a suspicious parcel. അപ്പോൾ ആ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നുള്ളതൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. An unusual busy morning turns eventful in this little post office. The parcel that created so much chaos contained a clock that the tourist had brought from Switzerland, which is now ruined.
he lives angrily and vows to never again post again anything in their country. Okay, അപ്പോൾ ആ കഥയിൽ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഓർമ്മയിലേക്ക് വരുന്നുണ്ടെന്ന് കരുതുന്നു. Now characters, a young lady assistant, the central character, the protagonist of the story. Then Mrs. Smith, Mrs. Johns, a deaf old gentleman. അദ്ദേഹം കുറച്ച് തമാശകളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആ deaf old gentleman, a farmer. ഈ കഥയിലെ ക്ലൈമാക്സിലേക്ക് ലീഡ് കൊണ്ടിരുന്നത് ആ ഫാമർ ആണല്ലേ. അയാളാണ് പറയുന്നത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, സ്കോട്ട്ലൻഡ് യാർഡ് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ അത് ഉടനെ പോലീസിനെ അറിയിക്കണം എന്ന് പറയുന്നത് ഫാമർ ആണല്ലേ. ശരിയല്ലേ? എല്ലാവരും ഓർക്കുന്നില്ലേ കഥ? ഫൈൻ. Then a fussy old lady, then Mrs. Higgins, Bertie and her son, a foreign tourist and the policeman. Fine. This is going to hurt just a little bit. ഒരല്പം വേദന നൽകാൻ പോകുന്നു ഇത് അല്ലേ. ആരാണ്? ഓഗ്ഡൻ നാഷിന്റെ രസകരമായ പോയം. The poem, this is going to hurt just a little bit, is a witty pictorial depiction of the poet's experience while in the dentist's chair. കവിതയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചാൽ ആദ്യം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രസകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. Pictorial depiction of the poet's experience while in the dentist's chair. The poem looks at an unpleasant experience for an unusual perspective. Looks at an unpleasant experience from an unusual perspective. Okay, എല്ലാവർക്കും വ്യക്തമായി എന്ന് കരുതുന്നു. സംശയമുണ്ടോ അതിൽ? ആ സ്റ്റേറ്റ്മെന്റ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. If you have any doubts, otherwise moving on. Friedrich Nash was an American poet well known for his humorous poems. His poems are noted for their surprising pun and comic effect when words are deliberately misspelled. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ എല്ലാ കവിതകളിലും കാണുന്ന ഒരു ഡെലിബറേറ്റ്ലി മിസ്പെൽഡ്, ഡെലിബറേറ്റ്ലി മിസ്പെൽഡ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ മിസ്പെൽഡ് ആയിട്ട് ഉപയോഗിക്കും. The exaggerated expressions he used give a special charm to his poem. Okay, theme. The poet's theme is humor. The poet used humor as a defense mechanism to tackle his fear of sitting in a dental chair. Okay, is it clear? Please wave your hands if it's clear to you all. Thank you. Fine. Next, Crime and Punishment. The story last kathayana alle, Crime and Punishment. This Narayan's story. This is the story of an insolent pupil and disciplined teacher. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ള വളരെ പ്രസക്തമായൊരു കഥയും കൂടിയാണ്. റിട്ടൺ മെനി ഡിക്കേഡ്സ് ബാക്ക്, ദശാബ്ദങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ കഥ ഇപ്പോഴും വളരെ പ്രസക്തമായി നിലനിൽക്കുന്ന ഒരു കഥയാണ് അല്ലേ. ദിസ് ഇസ് ദി സ്റ്റോറി ഓഫ് ആൻ ഇൻസൊലന്റ് പീപ്പിൾ ആൻഡ് ഡിസിപ്ലിൻഡ് ടീച്ചർ ഹു ബോത്ത് മേക്ക് ആൻ എറർ ആൻഡ് ആർ അഫ്രൈഡ് ഓഫ് ദെയർ മിസ്റ്റേക്ക് ബീങ് റിവീൽഡ്. രണ്ടുപേരും തെറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് വാട്ട്സ് എ മിസ്റ്റേക്ക് മെയ്ഡ് ബൈ ദ സ്റ്റുഡൻറ്? പ്യൂപ്പിൾ, കുട്ടി ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? Can anybody give me the answer for that? Yes, please raise your hand. Who's going to give me the answer? Yes. Yeah, കുട്ടി ചെയ്ത മിസ്റ്റേക്ക് എന്താണ്? ആര് പറയും? It's not there on the screen. Please. Nobody? ആർക്കും അറിയില്ലേ കുട്ടി ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന്? Yes. Yes, പറഞ്ഞോളൂ. അതുല്യ പറഞ്ഞോളൂ. ടീച്ചറിനെ ടീച്ചർ പറയുന്നത് കേൾക്കാണ്ടിരിക്കുക, പാരന്റ്സിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ടീച്ചറിനെ ഭീഷണിപ്പെടുത്തുക, കഷ്ടപ്പെടുത്തുക. നോ, എക്സാക്ട്ലി അതല്ല. കുട്ടി ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് അവൻ അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിട്ടില്ല, അത് വിട്ടുപോലെ. അതാണ് അവന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന മിസ്റ്റേക്ക്. അത് ഹൈഡ് ചെയ്യാനാണ് അവൻ ശ്രമിക്കുന്നത്. ഓക്കെ, അത് ഓർക്കണം. അടുത്ത നെക്സ്റ്റ് ഡേയ്സ് എക്സാം ഈസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. ഇറ്റ്സ് നോട്ട് മിസ്റ്റേക്സ്. ദിസ് ഇസ് ഹിസ് മിസ്റ്റേക്ക്. ഫൈൻ. അധ്യാപകൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണ് ഇവിടെ? റെഡ് ചീക്ക്, ആ കുട്ടിയുടെ കവിളി ചുവന്ന് ആണ് അധ്യാപകന്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് അല്ലേ. The chapter begins with a teacher tutoring a rich and spoiled young boy. The insolent child is adamant about annoying his tutor and refuses to cooperate and answer the question correctly. Having enough of his antics, the teacher lowers his cool and slaps the boy, turning his cheek red. That's a mistake made by the teacher. Any doubts? Okay അല്ലേ? കഥ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ. So we have finished with the summary. Detailed summary, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറി, എല്ലാ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറി അവൈലബിൾ ആണ്. യു ജസ്റ്റ് if you didn't see, watch the videos, please make sure that you go through it.
ഷാഡോ ടീച്ചേഴ്സിനോട് ഒന്ന് ഇൻഫോം ചെയ്യൂ. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടില്ല എങ്കിൽ ഇറ്റ് വിൽ ബി അവൈലബിൾ, ഇറ്റ് വിൽ ബി മെയ്ഡ് അവൈലബിൾ ഫോർ യു. ഓക്കെ, ഡീറ്റെയിൽ സമ്മറീസ് വിൽ ബി there. Okay, fine. Any doubts? Any doubts? No. Entrepreneurship. Last I'll show you in the last. Okay. ഒന്ന് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഫൈൻ, താങ്ക് യു. ഞാൻ കാണിച്ചു തരാം, ഒന്ന് ഓർമ്മിപ്പിക്കണം. ഫൈൻ. മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്. നമുക്ക് അടുത്ത നമ്മളെല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറീസ് നോക്കിയിട്ടുണ്ട്, പോയത്തിൻ്റെ സമ്മറീസ് ആൻഡ് പോയറ്റിക് ഡിവൈസസ് എല്ലാം നോക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, fill in the blank with suitable phrasal verb given in bracket. Phrasal verbs ചോദിച്ചിരിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. I dash meeting you next week. Okay, I look forward to meeting you next week. അല്ലേ, I look forward to meeting you next week ആണ് I look forward to. How can she her dash noisy neighbor put up with, tolerate എന്നാണ് put up with, tolerate. Yeah, how can she put up with a noisy neighbor? Okay, phrasal verbs. This 2-mark question ആയിട്ട് and answer any 3 ആണ്. So if might be easy only for you, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കണം. So if it is difficult you can skip that too. Okay, then how most probably എങ്ങനെയായിരിക്കണം നിങ്ങൾക്ക് വരുന്നത്. Then the story Crime and Punishment is a satire on over parenting. Give 2 pieces of advice to such parents. Okay, 2 അഡ്വൈസ് കൊടുക്കാനാണ് ഓവർ പാരന്റിങ്ങിനെ കുറിച്ച്. നമ്മൾ ഓൾറെഡി ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, കണ്ടതാണ്. യു ഷുഡ് നോട്ട് then make a statement, then don't forget to. Okay, അതിനും ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് എഴുതുക. നമ്മൾ ഓൾറെഡി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. Okay, such as present a different perspective of stammer and the poem stammer. What does the poet think of stammer? Give your response. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. സ്റ്റാമറിനെ കുറിച്ച് ഭാഷയാണ് എന്ന് അദ്ദേഹം പറയുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? fill in the blanks using suitable words. Okay, activities that dash devastate ആണ് കറക്റ്റ്. The societies and environment continue unabated. Okay, continue ആണ് unabated. Okay, fine. Then each carries full scope. A few errors have crept in the following sentence. Edit it. Errors are in the following form, article, spelling, preposition. സാധാരണ ഇതിലൊക്കെ തന്നെയാണ് നമ്മൾ ആർട്ടിക്കിൾസിൽ, പ്രിപ്പോസിഷനിൽ, സ്പെല്ലിങ്ങിൽ, ദെൻ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ ഒക്കെയാണ് നമ്മുടെ മിസ്റ്റേക്സ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്, എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ സാധാരണ വരുന്നത് ദിസ് ഹി പ്ലേ ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള മിസ്റ്റേക്സ് ചിലപ്പോൾ തരാം. വെർബ് കറക്റ്റ് ഫോം അല്ലാതെ ഉപയോഗിക്കാം. ഹി പ്ലേ ക്രിക്കറ്റിലെ മിസ്റ്റേക്ക് എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? ഹി പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മിസ്റ്റേക്ക്? ഹി പ്ലേസിനെ പറയുകയുള്ളൂ. ഓക്കെ, ഹി പ്ലേസ്, ഹി സിംഗുലർ ആയതുകൊണ്ട് പ്ലേസ് എന്നേ പറയുകയുള്ളൂ. അതുപോലെ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ഫോം ഓഫ് ദ വെർബ് ചേർത്താണ് നമ്മൾ ദ ബേർഡ്സ് ഫ്ലൈസ്, ഓക്കെ, ദ ഗേൾ ക്രൈസ്. ഓക്കെ, സിമ്പിൾ പ്രസന്റൻസിൽ അങ്ങനെ ഉപയോഗിക്കുകയുള്ളൂ. അത് സാധാരണ വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് എടുത്തു പറഞ്ഞത്. ദെൻ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് സാധാരണ കിട്ടാറുണ്ട്. അതുപോലെ പ്രിപ്പോസിഷനിൽ ഇംപ്രോപ്പർ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് കാണാറുണ്ട്. ഓക്കെ, ഫൈൻ. ഐ വുഡ് നോട്ടീസ്ഡ്, ഇവിടെ വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഓർക്കുക, വുഡ് അല്ലെങ്കിൽ വിൽ അല്ലെങ്കിൽ ഷാൽ ഇങ്ങനെയുള്ള ഹെൽപ്പിംഗ് വെർബ്സ്, ഓക്സിലറി വെർബ്സ് ആണ്, മോഡൽ വെർബ്സ് ആണ് അത്. ഓക്കെ, മോഡൽ ഓക്സിലറീസ് ആണ്. അവയുടെ കൂടെ ബേസ് ഫോം ഓഫ് ദ വെർബേ ഉപയോഗിക്കുകയുള്ളൂ. ഓക്കെ, ഇവിടെ വുഡ് നോട്ടീസ് എന്നേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. വുഡ് നോട്ടീസ് എന്തായാലും തെറ്റാണ്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ ആ വുഡ് നോട്ടീസ്ഡ് എന്നതിന് വുഡ് നോട്ടീസിന് ഉപയോഗിക്കുന്നതിനേക്കാൾ ഐ നോട്ടീസ്ഡ് എന്ന് ഉപയോഗിച്ചാൽ മതി അല്ലേ, അതാണ് കറക്റ്റ്. വുഡ് നോട്ടീസ് എന്ന് പറയേണ്ട കാര്യമില്ല, ഐ നോട്ടീസ്ഡ് എ വുമൺ ആണ് കറക്റ്റ്. ഓക്കെ, യൂഷ്വലി അങ്ങനെ വരുമ്പോൾ ഓർക്കുക, വിൽ, ഷാൽ അങ്ങനെയുള്ള മോഡൽ ഓക്സിലറീസിൻ്റെ കൂടെ വുഡ്, ഷുഡ് അങ്ങനെയുള്ള മോഡൽ ഓക്സിലറിയുടെ കൂടെ ബേസ് ഫോം, റോ ഫോം അല്ലെങ്കിൽ റൺ, പ്ലേ, ഹി വിൽ പ്ലേ അങ്ങനെ ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഓർക്കുക കേട്ടോ, കിട്ടിയോ? അതുപോലെ ടുവിൻ്റെ കൂടെ ടു പ്ലസ് ബേസ് ഫോം ഓഫ് വെർബ് ടു പ്ലേ, ഹി വാണ്ട്സ് ടു പ്ലേ. മനസ്സിലായോ? ഹി സിംഗുലർ ആയതുകൊണ്ട് വാണ്ട്സ്, ടു പ്ലേ അങ്ങനെ വരുള്ളൂ. ടു ഇൻഫിനിറ്റീവ് ഫോം എന്നാണ് പറയുന്നത്, അങ്ങനെയും വരുള്ളൂ കേട്ടോ. അത് അങ്ങനെ കാണാറില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കണ്ടിട്ടില്ല.
ബട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇത് സബ്ജക്ട് വെർബ് അഗ്രിമെന്റിന്റെ കാര്യത്തിൽ കോമൺ ആയിട്ട് കാണുന്നത് ഈ ഒരു എററാണ്. അതും കിട്ടിയെന്ന് കരുതുന്നു അല്ലേ. പിന്നെ ഡു, ഡസ്, ഡിഡ് ഇതിൻ്റെ ഒക്കെ കൂടെ ബേസ് ഫോം ഓഫ് എ വെർബേ ഉപയോഗിക്കുകയുള്ളൂ. അറിയാമല്ലോ, അറിയാവുന്ന കാര്യമല്ലേ. കിട്ടുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഈ പറഞ്ഞതിൽ. ഇല്ല എങ്കിൽ മുന്നോട്ട് പോകുന്നു. The play paused early for Christmas is a source of laughter, yet beneath the humor lies a valuable life lesson for all of us to learn, substantiate. അപ്പോൾ അവിടെ ആ കഥയിൽ നമുക്ക് നൽകുന്ന പാഠം എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കഥ എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് കരുതുന്നു, ഓർമ്മയിലുണ്ടല്ലോ അല്ലേ. അവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാം. ഹേസ്ഡ് ആൻഡ് ഒട്ടും അശ്രദ്ധയോടുകൂടിയുള്ള ഒരു പെരുമാറ്റമാണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ. Then Shaheen mystery felt that in St. Xavier's Mumbai, a far more bookish form of learning replaced the academic rigor and intellectual stimulation she had received in Massachusetts. Massachusettsൽ അവർക്ക് കിട്ടിയിരുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് സെൻറ്റ് സേവിയേഴ്സിൽ ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ ബുക്കിഷാണ്. ബുക്കിഷ് എന്ന് പറഞ്ഞാൽ തിയറട്ടിക്കൽ ആണ് അല്ലേ. ഡു യു അഗ്രി വിത്ത് ദിസ് ഒപ്പീനിയൻ? ഗിവ് യുവർ പോയിന്റ്സ് for or against the topic. നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇപ്പോൾ മാറ്റത്തിൻ്റെ ഒരു കാലമാണെന്ന് നമുക്ക് പറയാം. NEP 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് നാഷണൽ ഫ്രെയിംവർക്ക്സ് ആൻഡ് ചേഞ്ചിങ്. സോ ഇതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ പഠനത്തിൽ ഇങ്ങനെ ഒരു പോരായ്മയുണ്ട്. വി ആർ ബൈ ഹാർട്ടിങ് റോട്ട് ലേണിംഗ് എന്നൊക്കെ പറയുന്ന ദിസ് ബൈ ഹാർട്ടിങ് എന്താ വികസിത രാജ്യങ്ങൾ ഒരു 20-25 ഇയേഴ്സിന് മുമ്പേ ഉപേക്ഷിച്ച കാര്യങ്ങളാണ്. more concentrating on higher order skills, soft skills, higher order skillsനുമാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കേപ്പബിലിറ്റി, ഓരോരുത്തരുടെയും കഴിവുകൾ എൻറിച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതാണ് അവർ അവിടെ ഫീൽ ചെയ്തത്. മുംബൈയിലേക്ക് മാറുമ്പോൾ, സെൻറ്റ് സേവിയേഴ്സിലേക്ക് മാറുമ്പോൾ ഇവിടെ കാണാതെ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ കൂടുതൽ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് ആരും പ്രാധാന്യം നൽകുന്നില്ല. That's a point about that. Then report the following dialogue. That's it. ഇർഫാൻ ആലം, I am so thirsty. റിപ്പോർട്ട് 4 മാർക്കിന് സാധാരണ ചോദിക്കാറുള്ളതാണ്. സോ എഡിറ്റിങ്ങും റിപ്പോർട്ടിങ്ങും ഉണ്ടാകും. അതിലേതെങ്കിലും ഒരെണ്ണം തീർച്ചയായും അറ്റൻഡ് ചെയ്യേണ്ടി വരും. സോ റിപ്പോർട്ടിംഗ് എല്ലാവർക്കും അറിയാമോ? റിപ്പോർട്ട് ചെയ്യാനായിട്ട് സംശയമുണ്ടോ? How to report this question? I am so thirsty. Can you give me some water? Can anybody give me the answer? Can anybody report this first question? I am so thirsty. Can you give me some water? That part. ആരെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് നോക്കാം ശരിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. What is the answer for this? I am so thirsty. Can you give me some water? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. Yeah, hand raise please. Hand raise please. Yeah. പറഞ്ഞേ. ഞാൻ പറയണോ? Yeah. അർജുൻ പറഞ്ഞോ. നമുക്ക് നോക്കാം. He was so thirsty and asked if he could give him some water. Very good. Correct ആണ്. Excellent ആണ്. I am so thirsty, very thirsty എന്ന് യൂസ് ചെയ്യാം. or so thirsty, both are correct. സോ ഉപയോഗിക്കുന്ന സെന്റൻസ് I am so thirsty എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ്. അപ്പോൾ സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഉപയോഗിച്ച് റിപ്പോർട്ട് ചെയ്യുക. അല്ലെ, ഇർഫാൻ ആലം സെഡ് ദാറ്റ് ഹി വാസ്. I am എന്നുള്ളത് I മാറി he ആയി, പ്രിപ്പോസിഷനിൽ ചേഞ്ച് വന്നു. am എന്നുള്ളത് പ്രസന്റ് ടെൻസിൽ ഉപയോഗിച്ചു, അത് പാസ്റ്റ് ടെൻസിലേക്ക് മാറണം. He was so very thirsty or so thirsty, he was very thirsty. Then can you give me some water? Okay, അത് ക്വസ്റ്റ്യൻ ആണ്, yes or no ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ if ഉപയോഗിച്ച് റിപ്പോർട്ട് ചെയ്യണം അല്ലെ, or whether, if or whether ഉപയോഗിച്ച് റിപ്പോർട്ട് ചെയ്യണം. can will change to could and if he could എന്ന് പറയും. can you എന്നുള്ളത് you can എന്നുള്ള രീതിയിൽ വന്നിട്ട് you could, if he could എന്ന് വരും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലേ. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഇതിലൊരു സംശയമുണ്ടോ? ആർക്കെങ്കിലും ഇതിൽ ഒന്നുകൂടെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ടോ? വേണോ? ഇല്ല. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? വാട്ട്സ് യുവർ ഡൗട്ട്? അതെ, ഈ കേസിൽ അങ്ങനെ തന്നെയാണ്.
അല്ല, അങ്ങനെയല്ല. യാ, സോ ക്യാൻ യു ഗിവ് മീ സം വാട്ടർ? ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? അത് സ്റ്റാർട്ട്സ് വിത്ത് an auxiliary verb, അല്ലേ? ഇതിന്റെ ആൻസർ ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെയാ റിപ്പോർട്ട് ചെയ്യുക? ഇത് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിച്ച് വേണം റിപ്പോർട്ട് ചെയ്യാൻ. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ദാറ്റ് ഉപയോഗിക്കും. അതിന് വരെ ഇവിടെ ഇഫ് ഓർ വെദർ ഉപയോഗിച്ച് വേണം റിപ്പോർട്ട് ചെയ്യാൻ. ഓക്കെയോ? ഓക്കെ ആണോ? അത് മാത്രം പോരാ, ഇവിടെ ക്യാൻ ആദ്യം ഉപയോഗിച്ചിരുന്നു, അത് കഴിഞ്ഞാണ് യു വന്നതെങ്കിൽ ആ ഓർഡർ മാറും, സ്റ്റേറ്റ്മെന്റിന്റെ ഓർഡറിലേക്ക് പോകും. ഇഫ് യു അല്ല, സോറി, യുവിന് പകരം വാട്ട്സ് ഇറ്റ്, യു മാറിയിട്ട് എന്താണ്? ഇഫ് ഹി, അല്ലേ? ഹി ക്യാൻ എന്നുള്ളത് മാറി കുഡ് ആണ്. ഇഫ് ഹി കുഡ്, ഓക്കെ, ഗേവ് ഹിം സം വാട്ടർ. മനസ്സിലായോ? അത് അങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇഫ് എനിബഡി നീഡ് എനി എക്സ്പ്ലനേഷൻ, ഫർദർ എക്സ്പ്ലനേഷൻ ആസ്ക് മീ. ആർക്കെങ്കിലും? ചോദിച്ചോളൂ. ചോദിച്ചോളൂ. യെസ്. യാ, ദാറ്റ്സ് ഓക്കെ. അത് ഓക്കെ ആണ്, കുഴപ്പമില്ല. ആൻഡ് requested to give him some water is okay, fine. You can answer it like that too. Okay. Okay, clear ആണോ? അങ്ങനെ ഇപ്പോൾ എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതർവൈസ് ഈ രീതിയിൽ ആൻസർ ചെയ്താൽ മതി കേട്ടോ. ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് ഓർ വെദർ ഉപയോഗിച്ച് ആൻസർ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? Any further doubts? Any other doubts? Hope it's clear to you all. Then, rickshaw, sorry, I don't carry water bottles in my rickshaw. Then I will buy. The answer is here. Yeah. Told that he was thirsty and asked if he could give him some water. The rickshaw puller said sorry and told that he didn't carry a water bottle in his rickshaw. 𝗓𝗏𝗏 told him that he would buy 8 bottles of water and keep it in his rickshaw, and that for every bottle he sold, they would make a profit of 2 rupees, which they could split in half. അത് ക്ലിയർ ആയോ? ഓക്കെ ആണോ? എനി ഡൗട്ട്സ് അബൌട്ട് ദിസ്? അപ്പോൾ നമുക്ക് 4 മാർക്ക് കിട്ടുന്ന കാര്യമാണ്, ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ടെൻസസ് ചേഞ്ച് ചെയ്യും, അതുപോലെ പ്രൊനൗൺസ് ചേഞ്ച് ചെയ്യും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ടീച്ചറിനോട് ചോദിച്ചാൽ മതി, ഷാഡോ ടീച്ചറിനോട് ചോദിച്ചാൽ മതി. അതിൻ്റെ കൂടുതൽ ഗിവ്, ഗേവ്, യെസ് ഗേവ് ആണ്. പാസ്റ്റ് ടെൻസിലേക്ക് പോകും. വേർ ഇസ് ദാറ്റ് ഗീവ്? ഈ ക്വസ്റ്റ്യനിലുള്ളതാണോ? എന്താണ്? Are you asking the doubt? Yeah. If he could give him some water. No. Could give. Could give. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞു കുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ V1. ഓർക്കുന്നില്ലേ? 2 ഉണ്ടെങ്കിൽ V1. കുഡ് വന്നു കഴിഞ്ഞാൽ V1. ഓക്കെ, അത് മറക്കരുത് കേട്ടോ, തെറ്റിക്കരുത്. ഓക്കെ, ഫൈൻ, ഗുഡ്. എനി അതർ ഡൗട്ട്സ്? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഫൈൻ. Now next, I knew that this could be my country and that whatever I did here could make more of a difference than in the minute reality of my university life in the States. ഇതാര് പറഞ്ഞാണെന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓർമ്മ വന്ന് കാണുമല്ലോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ. അങ്ങനെ വിദേശത്ത് പഠിച്ച് ഇവിടെ വന്ന ആ വ്യക്തി ആരായിരുന്നു? യെസ്, ദീദി അല്ലേ? യെസ്, ചൈൽഡ് മിസ്ട്രി. Fine, good. What does the author mean by the word manicured? Okay, polished. Fine. Shine mystery, that means polished. Manicured, polished. Okay, clear അല്ലേ? Doubts ഒന്നുമില്ലല്ലോ?
Fine. Fill in the blanks with suitable prepositions ആണ് ചോദിച്ചത്. Obliged to. Okay, obliged to. Obliged ആണ് to begin the story about a bison and a tiger, and then he passed on to Alibaba and the 40 thieves and Aladdin's lamp. The boy listened, rapped, and ordered, I want to hear the story of the teacher was short of breath. Okay, fine. Edit the letter of recommendation, correct the mistakes if any. Yes, the purpose of this letter was lay. Was settle was vendalo. Yes, not was, it's is. Letter is to provide a character reference to Mr. Ram, whom I have known as a colleague and a friend for a period of 5 years. I believe I were in a position. Okay, what is that? I am in a position. Okay, അവിടെ past tense ലേക്ക് പോകണ്ടല്ലോ. I am in a position to provide you with a pretty accurate assessment of his character. As an employee, he has been very hardly working. Yes, very hardly. Can you identify the mistake there in hardly? Hardly, he has been very hardworking and highly committed to his work, his job. Hardly alla hard ana. He has also been very outgoing and always willing to help others. He has also, that's also fine. Then I would conclude saying that Mr. Ram is a fine, well-balanced person with an abundance of positive qualities. An abundance of positive qualities. Okay, clear alle? Then read the passage and answer the question. It's time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefit. The 3 L's will help. What are the 3 L's? We have already discussed it. What does impediment mean? Okay, the amigo. Okay, fine. This yes, what is impediment? This potential without impediment. Here it refers to a hindrance. അല്ലേ, ഒരു തടസ്സം എന്ന അർത്ഥത്തിലാണ് impediment അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Okay, then the amigo brothers left the ring arm in arm without waiting for the verdict. Prepare a script for an announcement to arm in to be made soon after the exit. Okay, അപ്പോൾ ഇതിനെക്കുറിച്ചൊരു അനൗൺസ്മെൻറ്റ് സ്ക്രിപ്റ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ how will the announcements വരുമ്പോൾ യെസ് അഗെയിൻ ഒരു ലൈവ് റിപ്പോർട്ടിംഗ് പോലെ തന്നെ ലൈവ്ലി ആയിട്ട് പ്രസന്റ് ടെൻസിൽ നമ്മൾ പറയുന്നതായിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? Some torture and physical and some mental, but one that is both is dental. Why does the poet find it hard to keep calm while sitting before a dentist? Okay, അപ്പോൾ അതിനെക്കുറിച്ച് ആ പോയത്തിൽ അദ്ദേഹം പറയുന്ന that confusion അല്ലേ, you have to open your mouth. Okay, and this dentist is using a mirror. All these points are there. What are the 3 L's referred to? Learning, labor, leadership. What does impediment means? Obstacle or a hindrance. Amigo brothers left the ring in Antonio Cruz and Felix Vargas fought valiantly, and the winner is, okay, oh my God, where are they? Look at that. They are going arm in arm as it they never fought. Okay, this script for reporting അല്ലെങ്കിൽ ഒരു ലൈവ് ആയിട്ടുള്ളൊരു ടെലികാസ്റ്റിൻ്റെ റിപ്പോർട്ടിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്. ദേ ആർ going like intimate friends. What do you call it? Yes, friendship. Who is the winner? Both are winners. Okay, hope it's clear. Then some tortures and physical and some are mental. That's again the answer. The poet finds it hard to keep calm while sitting before the dentist because he knows he is going to have some torture and he will have to suffer some agony. Some tortures are physical, some are mental, but here he is going to have both physical and mental torture.
sitting on a dentist chair with one's jaws on the chest and the mouth wide open is a situation that does not allow a person to be in confidence or self-control. Naturally, is in that position, nobody will be in his own control. Naturally, he can't keep calm, thinking of the impending torture that's going to be to happen. Okay. We are called to assist earth to heal her wounds and in the process heal our own indeed, to embrace the world of creation in all its diversity, beauty and wonder. Prepare a blog entry based on your understanding of 𝗪𝗡𝗦𝗧's speech. So this is a blog entry. So the Emerson once said, nature never hurries. Atom by atom, little by little, she achieves her work. He is very right when we think how the trees grow, taking their time to reach their full status as trees. Before a tree becomes a full-fledged tree, it passes through many stages: seed, seedling, sapling, and then tree. Some trees take years to become real trees, but look at man, how cruelly he cuts them down in just a few minutes to use it as fuel for furniture, wood, construction works, and even to make paper. So like that, you have to write it. Hope it's clear to you all. Hope you are following this. Then fill in the blanks, choosing the correct expression from those given in bracket. After Marshall left, Baldwin took out his diary and wrote as follows. Okay, God, what a turn of events! I never thought that my own wife and children would persuade me or to do a dishonorable thing. So ഒരു ഡയറി എൻട്രി നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. നോർമലി അത് ചോദിക്കാറില്ല, ബട്ട് ഇറ്റ് ക്യാൻ. നമുക്ക് ചോദിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, നമുക്കൊരു ഡയറി എൻട്രി ആയിട്ട് വരാം. സോ ഡയറി എൻട്രിയുടെ പ്രത്യേകത, ഇറ്റ്സ് എ റിഫ്ലക്റ്റീവ് റൈറ്റിംഗ്. ഓക്കെ, നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഡയറിയെ കൺസിഡർ ചെയ്ത് സംസാരിക്കുന്നത് പോലെയാണ് ഒരു ഡയറി എൻട്രി പ്രിപ്പയർ ചെയ്യുന്നത്, എഴുതുന്നത്. ഒരു റിഫ്ലക്റ്റീവ് റൈറ്റിംഗ് ആണ്. സോ ഇവിടെ ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത് എന്നുള്ളത് ഓർമ്മയിൽ വെച്ചിരിക്കുക. ഐ വാസ് ഓൾമോസ്റ്റ് punished into accepting the bribe. I was almost pushed into accepting the bribe. Thank God Marshall came at the right time. His offering the position came as a pleasant surprise. Though I feel എന്നേ ഉപയോഗിക്കുള്ളൂ, I feels എന്ന് ഉപയോഗിക്കില്ല. എല്ലാവർക്കും കാരണം അറിയാമല്ലോ. I and you, even though singular, they are considered special. So we use base form of the verb with I and you. Okay, ഓർമ്മയിലിരിക്കുക. I feel എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? Is that clear? എന്തെങ്കിലും എക്സ്പ്ലനേഷൻ അതിൽ ആവശ്യമുണ്ടോ? ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഡു യു നീഡ് എനി ഫർദർ എക്സ്പ്ലനേഷൻ അബൌട്ട് ദിസ്, എനി ഓഫ് ദിസ് ആൻസേഴ്സ്? എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് ഈ ഒരു ഫോം യൂസ് ചെയ്തു എന്നതിൽ? No. I'm moving to the next question. If you have doubt, please ask me. I'll try to clear it. Fine. Next. While reading about Irfan Alam's Saman Rickshaw, you are remind of She Taxi introducing Kerala. Write an email to email writing is another type of question. Email writing നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർമാറ്റ് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. So this ഇമെയിൽ റൈറ്റിങ്ങിൻ്റെ ഫോർമാറ്റ് എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, എല്ലാവരുടെയും ഓർമ്മയിലുണ്ടല്ലോ അല്ലേ ഇമെയിൽ, ഹൗ ടു റൈറ്റ് ആൻ ഇമെയിൽ? ഫൈൻ. ആരെങ്കിലും ഒന്ന് പെട്ടെന്നൊന്ന് പറയുമോ ഇമെയിലിൻ്റെ ഫോർമാറ്റ്? ഹു ഇസ് ഗോയിങ് ടു ടെൽ ദാറ്റ്? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. ഹു ഇസ് റെഡി ടു ആൻസർ ദാറ്റ്? മേക്ക് ഇറ്റ് ഫാസ്റ്റ് പ്ലീസ്. ആരാണ് ഇമെയിലിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുക? അതുല്യ പ്ലീസ് ഒന്ന് പറഞ്ഞേ. Receiver's email, receiver's address, date, content, പിന്നെ sender. അഡ്രസ് അല്ല, മെയിൽ ഐ ഡി ആണ്. മെയിൽ ഐ ഡി അല്ലേ നമ്മൾ? അഡ്രസ് അല്ല, മെയിലാണ്. മെയിൽ ഐ ഡി ആണ് മെൻഷൻ ചെയ്യേണ്ടത് കേട്ടോ. ബോക്സ് ആയിട്ട് വരച്ചിട്ട് അതിൽ ടു മെയിൽ ഐ ഡി കൊടുക്കുക. ഓക്കെ, CDC BCC കൂടെ അതിൽ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ കാണിക്കുക. ദാറ്റ്സ് നോട്ട് എ മസ്റ്റ്. മെയിൽ ഐ ഡി ആണ് കൊടുക്കേണ്ടത് കേട്ടോ, അഡ്രസ് അല്ല, മെയിൽ ഐ ഡി. ദെൻ ദ റെസ്റ്റ് ഈസ് ഓക്കെ. ദെൻ സബ്ജക്ട് ലൈൻ ഉണ്ട്, സബ്ജക്ട് കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ. The teacher in Crime and Punishment is a pathetic figure. Yes, Crime and Punishment വളരെ രസമുള്ള ചാപ്റ്ററാണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഉള്ള ചാപ്റ്ററാണ്. ലോങ് ആൻസറിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന
ഇവിടെ ചോദിച്ചെങ്കിൽ റൈറ്റ് 4 sentences giving your suggestion to the teacher, അല്ലെങ്കിൽ to the parent ചോദിക്കാം, to the child ചോദിക്കാം. അതിന് ഒക്കെ നമുക്ക് ആൻസേഴ്സ് അതിനനുസരിച്ചുള്ള ആൻസർ കൊടുക്കുക. The teacher should change his attitude towards his job. Here he seems to work only to get his extra 30 rupees a month. അല്ലേ, നമ്മുടെ കഥയിലെ അധ്യാപകൻ്റെ ഒരു പ്രാധീനതയായിട്ട് പറയുന്നതാണ്. He should use more positive method to make the child listen to him. Okay, അദ്ദേഹം കുട്ടിയെ കൂടുതൽ അവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവനെ പഠനത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അധ്യാപകൻ പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണുന്നത് അല്ലേ. Make the lesson interesting for the boy so that the boy is properly motivated. The teacher finds it difficult to motivate the child. അവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആ പാഠ്യപദ്ധതിയിലേക്ക് അവനെ കൊണ്ടുവരുവാൻ കഴിയാതെ പോകുന്നു. Teachers should never resort to corporal punishment. ഓക്കെ, അപ്പം അദ്ദേഹത്തിന് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതാണ്. അദ്ദേഹം ആ കുട്ടിയെ അടിക്കുന്ന ഒരു രംഗമുണ്ടല്ലേ. That's the mistake that he makes. The incident that occurs in the play Post Early for Christmas shows the lack of security measures in the post office as well as ignorance of postal and police personnel about handling an issue. Prepare a news report. അപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. 5 marks question ആണ്. സോ ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. പ്ലേസ്, ഡേറ്റ്, then the report. Okay, we can give the heading also there. Then place, date should be there. Then the report. There was a time bomb scare at the Milton Square post office in London in rush hours of the morning. From my talks with the post office assistant and some onlookers, this is what transferred at the post office. A foreign tourist arrived with well-wrapped parcel, and he said it contained something precious, and he was sending it to his friend as a special Christmas present. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് പാസ്റ്റ് ആയിട്ടാണ് അല്ലേ. ലൈവ് റിപ്പോർട്ടിങ്ങിൽ നിന്നും ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിങ്ങിലുള്ള ഡിഫറൻസ്. ലൈവ് റിപ്പോർട്ടിംഗ് എപ്പോഴും നമ്മൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. അതുപോലെ തന്നെ കൂടുതൽ എക്സ്ക്ലമേഷൻസ് ഉപയോഗിച്ചാണ് ലൈവ് റിപ്പോർട്ടിംഗ് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ പാസീവ് ഫോം ഓഫ് ദ വെർബാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ. ഓക്കെ, സം ക്വസ്റ്റ്യൻസ് ഹി ആസ്ക്ഡ് അബൌട്ട് ദ safety of the parcel and about the time it would reach the central post office for clearing created some doubts in the mind of postal assistant. Okay, then continue the report. Okay, എല്ലാവർക്കും അറിയാം അല്ലേ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച്. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സോ ദിസ് ഫോമാറ്റ് ആണ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ടത്. Now, after reading Mending Wall and in the wake of newspaper report about millions of refugees who are denied entry into the developed nations, you feel that there should be one word for all without any walls or boundaries. Prepare a script for presentation as the first speaker in a panel discussion. Okay, അപ്പോൾ അടുത്തത് ഒരു script for presentation, first speaker in a panel one word without walls. Okay, so here we should address the audience. Dear friends, I'm happy to open this panel discussion on the topic one world without walls. You are hearing reports that refugees are refused entry into many countries. Where will they go? They flee their motherland because of the suicidal wars going on there in the name of religion, tribe, race, language, region, or some kind of isms. In their own land, they will be killed. So what is their choice except to run away and seek shelter in another country? But the country to which they intend to go blocks them and said, don't come here. So then continue the speech. Okay, just the format I'm mentioning, I'm trying it here, how to start the speech. Okay, clear? Any doubts about writing the script for a speech? Is there any doubts? Is there any further clarification required? No, fine. What are the personality changes manifested due to the sensory deprivation induced by drug addiction, according to Dr. Hardin B. Johns? Okay, that's another very important answer. നിങ്ങളുടെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിലും എല്ലാം email format. Yeah, email format is nothing but simple. First ഒരു ബോക്സ്, ആ ബോക്സിൽ to മെയിൽ ഐ ഡി കൊടുക്കുക. CC അത് അവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന അഡ്രസ്സിലേക്കും കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CC BCC എന്നുള്ള 2 കോളം കൂടെ കാണിക്കുക. ഓക്കെ, ദെൻ
ഇല്ലെങ്കിലും അത് 2 കോളം കാണിക്കുന്നത് നല്ലതാണ്. ദെൻ സബ്ജക്റ്റ് ലൈൻ ഉണ്ട്. ദെൻ ദിസ് മെയിൽ. ഓക്കെ, മെയിലിലേക്ക് പോവുക. ലെറ്റർ എഴുതുന്ന പോലെ തന്നെ ഫോമൽ ആയിട്ടുള്ള കേസാണെങ്കിൽ ഒരു ഫോമൽ എഴുതുന്ന പോലെ തന്നെ ബോഡി പാർട്ട് എഴുതുക കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ അല്ലേ? Is that clear to you? Fine, good. Fine. Now, yeah. ഈ ഒരു ആൻസർ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ലോങ് ആൻസർ വരുമ്പോഴും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസറാണ്. Dr. Haddon B. Johns shows that there are many personality changes manifested due to the sensory deprivation induced by drug addiction. Sensual drugs and alcoholic drinks play havoc with the body and mind of the users. The drug and alcoholic addicts experience sensory deprivation. They feel physical discomfort and there are personality changes in them. They often feel depressed. They fail to respond either to their environment or to other people. Their mental disturbance can be like paranoia. So, ഈ ഒരു പാരഗ്രാഫ് ഇതിൻ്റെ അഡ്വേഴ്സ് ഇഫക്റ്റിനെ കുറിച്ച് ഏത് തരത്തിലുള്ള ചോദ്യം വന്നാലും നമുക്ക് ആരംഭിക്കാൻ പറ്റുന്നൊരു പാരഗ്രാഫാണ്. ഈ പോയിന്റ്സ് പാരനോയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? എനി ഡൗട്ട്സ്? ദെൻ യു ഷുഡ് നോട്ട് ഫിനിഷ് ഇറ്റ്. 4 മാർക്കിൻ്റെ ചോദ്യം ഇത്രയും എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. യു ഹാവ് ടു കണ്ടിന്യൂ. യു ഹാവ് ടു റൈറ്റ് മോർ അബൌട്ട് ദിസ്. ഓക്കെ, ദിസ് ചാപ്റ്റർ സമ്മറി ഈസ് ദെയർ. അത് ഒന്നുകൂടെ കണ്ടു നോക്കുക. അതിൽ കൂടുതൽ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, read the following advertisement and prepare a letter of application and resume in response to it. Okay, fine. Next is prepare a letter of application and resume. Okay, fine. Vidya Jyoti High School, Pathanamthitta. This is given in the question paper, the advertisement. Now, ഇതിന് യോജിക്കുന്ന ഓരോ റെസ്യൂമും അതിനൊരു ആപ്ലിക്കേഷൻ ലെറ്ററുമാണ് നമ്മളോട് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് നേരത്തെ. ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂം. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് മാത്സ് ടീച്ചർ. ഐ സോ യു അഡ്വർടൈസ്മെന്റ്. ഇൻട്രസ്റ്റഡ് ഇൻ അപ്ലൈങ്. ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചിരുന്നു നേരത്തെ ചോദിച്ചപ്പോൾ അല്ലേ? ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടോ? സോ ആപ്ലിക്കേഷൻ ലെറ്റർ ഇസ് സിമ്പിൾ. അതിൻ്റെ സെയിം ആസ് ഫോർമൽ ലെറ്ററിൻ്റെ അതേ ഫോർമാറ്റിൽ നിങ്ങൾ എഴുതുക. ഓക്കെ, ചിലപ്പോൾ ആപ്ലിക്കേഷൻ മെയിലിലാണ് ചോദിക്കുകയാണെങ്കിൽ ആ മെയിലിൻ്റെ ഫോർമാറ്റിൽ കൊടുക്കുക. മോസ്റ്റ് പ്രോബ്ലി ആപ്ലിക്കേഷൻ ലെറ്റർ ആണ് നമ്മളോട് ചോദിക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു ഫോർമൽ ലെറ്റർ തന്നെ നമ്മൾ ചെയ്യുന്ന ഫോർമാറ്റിൽ ഈ കോണ്ടന്റ് ഈ രീതിയിൽ വരുന്ന സോ യു അഡ്വർടൈസ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഐ എം എൻക്ലോസിംഗ് ഡീറ്റെയിൽ റിസ്യൂം എന്ന് പറഞ്ഞ് ഐ വിൽ ബി അവൈലബിൾ ഫോർ ദ ഇൻ്റർവ്യൂ എന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് ആൻഡ് എൻഡിങ് വിത്ത് ഹോപ്പിംഗ് ടു ഗെറ്റ് ദ ഇൻ്റർവ്യൂ ലെറ്റർ സൂൺ എന്ന് പറഞ്ഞ് യുവർ ഫെയ്ത്ത്ഫുള്ളി ആൻഡ് ദ നെയിം. ഓക്കെ അല്ലേ? Fine. Then this is the other part. This your biodata or the curriculum which CV. Three minimum points. Objectives should be there. Name and address should be there. Mobile and email mentioned. Age and date of birth. Nationality. Marital status. Education qualifications. Personal professionals and computer literacy. Then experiences. Then special abilities. Hobbies. Languages known. And a reference and all. Okay, fine, clear. Fine. Then Wangari Maathai's Nobel Prize acceptance speech reveals how environmental degradation is carried out on a large-scale basis. Prepare an essay on the factors that lead to essays ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ റൈറ്റപ്സ് ആയിട്ട് ചോദിക്കാം. സോ ഓൾമോസ്റ്റ് സെയിം ഫോർമാറ്റിൽ തന്നെയാണ് എസ്സേസും റൈറ്റപ്സും എഴുതേണ്ടി വരുന്നത്. സോ ബെറ്റർ എസ്സേ ആണെങ്കിലും റൈറ്റപ്പ് ആണെങ്കിലും ബെറ്റർ യു ഗിവ് എ ടൈറ്റിൽ കൊടുത്തുകൊണ്ട് തന്നെ എഴുതിക്കോളൂ. ദെൻ എസ്സേസ് എഴുതുമ്പോൾ ദിസ് റൈറ്റപ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് നമ്മൾ വട്ട് ടു സേ നമ്മുടെ ഒരു സബ്ജക്റ്റീവ് അല്ലേ, നമ്മുടെ ഒരു ആശയങ്ങൾ നമുക്കതിൽ കൂടുതൽ ഒരു റൈറ്റപ്പ് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് സബ്ജക്റ്റീവ് ആകാം കുറച്ചും കൂടെ. ദെൻ എസ്സേസ് ആകുമ്പോൾ കുറച്ചുകൂടി അത് ഒരു ഒബ്ജക്റ്റീവ്സ് ആയി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇന്ന കാരണങ്ങൾ നമുക്ക് ഇന്ന സോഴ്സുകളിൽ നിന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ കൂടി മെൻഷൻ ചെയ്യാനായിട്ട് എസ്സേയിൽ ശ്രദ്ധിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? എസ്സേസ് റൈറ്റപ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഫൈൻ അല്ലേ? ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. എനി ഡൗട്ട്സ്? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല എങ്കിൽ read the following poem and compare it with any woman. Okay, sleep, sleep, sleep. This is a poem we have to compare it with. In Sad Mother, that's a poem. Sad Mother speaks about the thought of a sad mother. She wants her child to sleep without any worry and fear, but she can't sleep although she is very tired, as she was working without rest
for the whole day. She wants her child to sleep peacefully, lulled by sounds softer than a blade of grass or the silken fleece of lambs. She finds her rest in the child. All her worries and fears are forgotten when she sees her child slumbering sweetly. At her dreams and joy are concentrated on her child. So, കമ്പാരിസൺ പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ആ പോയത്തെക്കുറിച്ച്, ആ എന്തിനെക്കുറിച്ച് പറയുന്നു, ആ പോയത്തിലെ തീം, പോയം എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പോയം വിത്ത് എ ഫൈൻ ഇമേജറി. ദെൻ ആ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ്, റൈമിംഗ് സ്കീം ഉണ്ടെങ്കിൽ റൈമിംഗ് സ്കീം, ഇല്ലെങ്കിൽ ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയാം. There is no rhyming scheme, it's written in blank verse. Okay, rhyming scheme ഇല്ല. റൈമിംഗ് സ്കീം എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമല്ലോ അല്ലേ? ഒരു പോയം തന്നാൽ അതിൻ്റെ റൈമിംഗ് സ്കീം എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ലേ? Can you all identify the rhyming scheme? റൈമിംഗ് സ്കീം അറിയാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? Okay, so this ending letter, ending sound ആണ്. ഒരുപോലെ എൻഡ് ചെയ്യുന്ന സൗണ്ട് വരുന്നത് നമ്മൾ ഒരേ ലെറ്റർ കൊടുത്ത് എ ബി എന്നാണെങ്കിൽ ആദ്യത്തേതും മൂന്നാമത്തെയും വരി ഒരേ രീതി അവസാനിക്കുന്നു എന്നാണ്. രണ്ടാമത്തെയും നാലാമത്തെയും വരി ഒരേ രീതിയിൽ അവസാനിക്കുന്നത് എ ബി റൈമിംഗ് സ്കീം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ റൈമിംഗ് സ്കീം കണ്ടുപിടിക്കുന്നത്. എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അറിയാമല്ലോ. സോ പോയത്തിൻ്റെ റൈമിംഗ് സ്കീം, അങ്ങനെ ഒരു റൈമിംഗ് സ്കീം ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ it's a blank verse. അതിനാണ് blank verse എന്ന് പറയുന്നത്. We can see a mother sitting, sleeping, her child watching over it. She does not sleep, but she is contented to see her child in sleeping well. The poem has good rhythm but no rhyme. The language is simple. There is a fine comparison of sound to a blade of grass and the silken fleece of a lamb. There is a repetition of the word sleep, making the reader also feel sleepy as he reads the poem. Okay, so ആ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറീസ്, അതിൽ നമുക്ക് നൽകുന്ന ഇമോഷൻസ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത സെക്കൻഡ് സ്റ്റാൻസയിൽ സെക്കൻഡ് ലൈനിൽ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. നോട്ട് ലൈൻ, പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ദെൻ അബൌട്ട് കമ്മിങ് ടു ദ പോയം, നമ്മൾ കമ്പയർ ചെയ്യേണ്ട പോയത്തെക്കുറിച്ച് നമുക്ക് ദ പോയം എനി വുമൻ ബൈ 𝗓𝗓 speaks of the importance of woman in the family. She is the pillars of the house, she is the keystone of the art, she is the roof and walls, she is a fire upon earth. അപ്പോൾ അവിടെ അതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അതുപോലെ നമ്മളെല്ലാ പോയത്തിൻ്റെയും പോയറ്റിക് ഡിവൈസസ് എല്ലാം കണ്ടു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് എന്നതാണ്, അതിനുള്ള എക്സാമ്പിൾസും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനെക്കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യുക. അത് എങ്ങനെയാണ് ഈ കവിതയുമായി, നമുക്ക് തന്നിരിക്കുന്ന കവിതയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മെൻഷൻ ചെയ്യുക. Language of the poem is very simple. The entire poem is an exquisite metaphor. Okay, that 𝗓𝗓 poem, any woman, അതിനെക്കുറിച്ച് പറയാവുന്ന ഒരു മെയിൻ പോയിന്റ് ആണ്. ഇറ്റ്സ് an exquisite metaphor. അത്യാവസാനം ഒരു മെറ്റഫർ പോലെയാണ്. The imagery is great. Woman doing all kind of jobs and standing guard at the same time makes us admire her capabilities. Her love is superb. This is utter unselfish in her activities. Okay, between the two poems, I prefer Any Woman because it has a deeper meaning and better artistic merit. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്ക് അത് എൻഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ കൂടി നടത്തിയിട്ട് നമുക്ക് എൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? Any doubts? Any doubts about this? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല. Yeah, what's your doubt? Arjun. Yeah, Arjun. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇതൊരു പേജിൽ എത്രത്തോളം എഴുതുന്നുണ്ട്? ഇപ്പോൾ മാർക്ക് 4 mark, half a page will do. Okay, 4 മാർക്കിനൊരു ഹാഫ് പേജ് മതിയാകും. 6 mark you have to write more. 1.5 പേജിൻ്റെ അടുത്ത്, 1 പേജിന് മുകളിൽ എഴുതിക്കോളൂ. ഒരു 1.5 പേജിൻ്റെ അടുത്ത്. ലൈക്ക് 8 മാർക്സിലേക്ക് വരുമ്പോൾ അഗെയിൻ 2 പേജ് എഴുതുക. ഓക്കെ, ഗോട്ട് ഇറ്റ്. 2 പേജ് മീൻസ് ഒരു സൈഡ്, രണ്ട് പുറം.
ഓക്കെ, രണ്ട് പുറം ദാറ്റ് വിൽ ബി നൗ. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നാളത്തെ ക്ലാസ്സിൻ്റെ ഒന്ന് ഹിയർ ഇസ് ഇറ്റ്സ് ഫിസിക്സ്. ഓക്കെ, നിഖിൽ സാർ, അതുൽ സാർ, നവീൻ സാറിൻ്റെ ഫിസിക്സ് ക്ലാസ്സാണ് നാളെ. ഇറ്റ്സ് ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ഈ ഡിസ്കഷൻസിൽ ഇനി മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? ഡാനിയൽ, ഡാനിയൽ, വാട്ട്സ് ഏത് സ്ക്രിപ്റ്റിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഏത് സ്ക്രിപ്റ്റിൻ്റെ ചോദിക്കുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, കണ്ടില്ലേ, ഓർക്കുന്നില്ലേ? അനൗൺസ്മെന്റ് സ്ക്രിപ്റ്റ് മീൻസ് നമ്മൾ അതിൻ്റെ അനൗൺസ്മെന്റ് എങ്ങനെയാണോ ചെയ്യുന്നത് അതിനുള്ള എഴുതുക എന്നാണ്. ഓക്കെ, അപ്പോൾ അത് അനൗൺസ്മെന്റ് ആണെങ്കിൽ അത് യൂഷ്വലി അത് പ്രസന്റ് ടെൻസിലായിരിക്കും നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ അനൗൺസ്മെന്റ് എങ്ങനെയാണോ നമ്മൾ നടത്തുന്നത് അതിനു വേണ്ടിയുള്ള ഒരു സ്ക്രിപ്റ്റാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റ് അനൗൺസ്മെന്റ് സ്ക്രിപ്റ്റ് ഓൾറെഡി ഞാൻ കാണിച്ചിരുന്നു, കണ്ടിരുന്നോ, ശ്രദ്ധിച്ചിരുന്നോ? I'll show it. 1 minute. ഓക്കെ, ബിഫോർ ദാറ്റ് സംശയമുള്ളവർ മാത്രം റിമെയിൻ ചെയ്തോളൂ, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം കേട്ടോ. നമുക്ക് സംശയമുള്ളവർക്ക് ദേ ക്യാൻ ആസ്ക് ദ ഡൗട്ട്സ്, അതേഴ്സ് പ്ലീസ് ലീവ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ പറ്റട്ടെ. എല്ലാ ചാപ്റ്ററും നന്നായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാത്തരം ക്വസ്റ്റ്യൻസും നമ്മൾ തറവായിട്ട് പോയിട്ടുണ്ട്. എല്ലാവരും കോൺഫിഡൻസോടുകൂടി നല്ല ചിരിയോടുകൂടി പരീക്ഷാ ഹാളിലേക്ക് പോവുക. അതേ ചിരിയോടുകൂടി യു വിൽ കം ബാക്ക്. ഐ എം ഷുവർ യു ആർ വെരി വെൽ പ്രിപ്പയർഡ്. നമ്മൾ നന്നായിട്ട് എഫോർട്ട് എടുത്തിട്ടുണ്ട്. ഏത് തരം ക്വസ്റ്റ്യൻ വന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് എഴുതിക്കോളൂ കേട്ടോ. എല്ലാവരും ആ സമ്മറീസ് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു തവണ കൂടെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. ദാറ്റ്സ് ഓൾ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ. സീ യു.